all, welcome to once എല്ലാവർക്കും KTU question paper solution പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ 2019 സ്കീമിലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഔട്ട്ലൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് CET 203 ആണ്. 2019 സ്കീമിലെ ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, മൊഡ്യൂൾ വൈസ് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി മൊഡ്യൂൾ 1ൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ മൊഡ്യൂൾ 2ൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം മൊഡ്യൂൾ 2ൻ്റെ സിലബസ് നോക്കാം. മൊഡ്യൂൾ 2ൻ്റെ സിലബസിൽ ആദ്യം വരുന്നത് ബോയോൺസി ആൻഡ് ഫ്ലോട്ടേഷൻ, അതിൻ്റെ ഉള്ളിൽ വരുന്നത് ബോയോൺ ഫോഴ്സ്, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ആൻഡ് സബ്മേർജ്ഡ് ബോഡി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ്. എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനാണ് സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ്. ദെൻ സബ്മേർജ്ഡ് ബോഡീസ്, ദെൻ മെറ്റാസെൻറ്റർ ആൻഡ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാനും എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ദെൻ അനലിറ്റിക്കൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഓഫ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. ഓക്കെ, ദെൻ വരുന്ന ടോപ്പിക്ക് ഹൈഡ്രോഡൈനാമിക്സ്. ഹൈഡ്രോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ മെത്തേഡ്സ് ഓഫ് ഡിസ്ക്രൈബിംഗ് ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ ആണ്. അതിൻ്റെ ഉള്ളിൽ ലഗ്രാഞ്ചിയൻ ആൻഡ് യൂളേറിയൻ മെത്തേഡ്സ്, ദെൻ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ആസ് സ്ട്രീം ലൈൻ, പാത്ത് ലൈൻ ആൻഡ് സ്ട്രീക്ക് ലൈൻ, ദെൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 1, 2 ആൻഡ് 3 ഡയമെൻഷൻ. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ആൻഡ് 3 ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് മൊഡ്യൂൾ 2ൻ്റെ സിലബസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെഷനിൽ നമുക്ക് പാർട്ട് എയിലെ മൊഡ്യൂൾ 2ൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേംസ് ടോട്ടൽ ആക്സിലറേഷൻ, ലോക്കൽ ആക്സിലറേഷൻ ആൻഡ് കൺവെക്റ്റീവ് ആക്സിലറേഷൻ. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ടോട്ടൽ ആക്സിലറേഷൻ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിന് 1 മാർക്ക്, ലോക്കൽ ആക്സിലറേഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് 1 മാർക്ക്, ദെൻ കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് 1 മാർക്ക്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓയിലേറിയൻ ആൻഡ് ലഗ്രാഞ്ചിയൻ മെത്തേഡ്സ് ഓഫ് റെപ്രസെൻറ്റിംഗ് ഫ്ലൂയിഡ് ഫ്ലോ. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലഗ്രാഞ്ചിയൻ മെത്തേഡ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ എന്താണെന്ന് എഴുതുന്നതിന് 1.5 മാർക്സും ഓയിലേറിയൻ മെത്തേഡ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് 1.5 മാർക്സും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ ആക്സിലറേഷൻ, ലോക്കൽ ആക്സിലറേഷൻ, കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ടോട്ടൽ ആക്സിലറേഷൻ എന്താണെന്ന് നോക്കാം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി ബൈ ടൈം ആണ്. ഓക്കെ, ആക്സിലറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, ദി വെലോസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഈസ് ദി ഫംഗ്ഷൻ ഓഫ് ബോത്ത് പൊസിഷൻ ഓഫ് ദി പോയിന്റ് ആൻഡ് ടൈം. നമ്മൾ പൊസിഷനും ടൈമും വിത്ത് റെസ്പെക്ട് ടു ആണ് നമ്മൾ ആ ബോഡിയുടെ വെലോസിറ്റി പറയുന്നത്. Okay, thus if a certain fluid particle has a velocity v which has u, v and w as the 3 components along 3 mutually perpendicular direction. നമുക്കറിയാം വെലോസിറ്റി ഇൻ x ഡയറക്ഷൻ നമ്മൾ പറയുന്നത് u, വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ നമ്മൾ പറയുന്നത് v, ദെൻ വെലോസിറ്റി ഇൻ z ഡയറക്ഷൻ നമ്മൾ പറയുന്നത് w. ഓക്കെ, അപ്പോൾ അതാണ് ഇഫ് എ സർട്ടൈൻ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഹാസ് വെലോസിറ്റി വിച്ച് ഹാസ് യു ഇൻ എക്സ് ഡയറക്ഷൻ. യു ആണ് എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് യു ആണ്, ദെൻ വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് വി ആണ്, സെഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് ഡബ്ല്യു ആണ്. 3 components along 3 mutually perpendicular direction x, y, z. Then the total acceleration in the x, y, z directions are given by. ഓക്കെ, ആ ഒരു ഇക്വേഷൻ ആണ് ടോട്ടൽ ആക്സിലറേഷൻ്റെ എക്സ് ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ, ദെൻ വൈ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ, ദെൻ സെഡ് ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ബോത്ത് പൊസിഷൻ ആൻഡ് ടൈം. ഓക്കെ, അപ്പോൾ ദെൻ ഇവിടെ ആക്സിലറേഷൻ അലോങ് എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റിനെ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ, ദെൻ വിത്ത് റെസ്പെക്ട് ടു സെഡ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ദെൻ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഓക്കെ, എക്സ് ഡയറക്ഷനുള്ള ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇക്വേഷൻ വരുന്നത് യു ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് യു പ്ലസ് വി ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് യു പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് ഓഫ് യു പ്ലസ് ഡോ യു ബൈ ഡോ ടി. ഇത് ശ്രദ്ധിച്ചാൽ മതി, എല്ലാത്തിലും യു ടേം സെയിം ആണ് വരുന്നത്. എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി യു ആയതുകൊണ്ട്, വെലോസിറ്റി കമ്പോണൻറ്റ് യു ആയതുകൊണ്ട് ഓക്കെ, അപ്പോൾ എല്ലാത്തിലും യു ആണ് ടോപ്പിൽ വരുന്നത്. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് യു, ഡോ ബൈ ഡോ വൈ ഓഫ് യു, ഡോ ബൈ ഡോ സെഡ് ഓഫ് യു, ദെൻ ഡോ ബൈ ഡോ ടി ഓഫ് വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് ലാസ്റ്റ് ടേം ഡോ ബൈ ഡോ ടി ഓഫ് യു. ഓക്കെ, ദെൻ അതിൻ്റെ ഫ്രണ്ടിൽ എക്സ് ഡയറക്ഷനിൽ, വൈ ഡയറക്ഷനിൽ, സെഡ് ഡയറക്ഷനിൽ
ഡോ ബൈ ഡോ എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ എക്സ് ഡയറക്ഷനിലുള്ളത് യു, ദെൻ ഡോ ബൈ ഡോ വൈ ആണ് ചെയ്യുന്നത്. സോ വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി വി, ദെൻ ഡോ ബൈ ഡോ സെഡ് ചെയ്യുമ്പോൾ സെഡ് ഡയറക്ഷനിലുള്ളത് ഡബ്ല്യു. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൈ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ. വൈ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പത്തെ ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് വി ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും ടോപ്പിൽ വി ആണ് വരിക. ഓക്കെ, ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ എക്സ് ഡയറക്ഷനിൽ, വൈ ഡയറക്ഷനിൽ, സെഡ് ഡയറക്ഷനിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. പ്ലസ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതാണ് ആക്സിലറേഷൻ ഇൻ വൈ ഡയറക്ഷൻ. ദെൻ ആക്സിലറേഷൻ ഇൻ സെഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ബോത്ത് പൊസിഷൻ ആദ്യം പറയുന്നു, ദെൻ ടൈം പറയുന്നു. അപ്പോൾ പൊസിഷൻ, അതായത് എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, സെഡ് ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി കമ്പോണൻറ്റ് സെഡ് ഡയറക്ഷനിൽ ഡബ്ല്യു ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് ടേം വരാം യു ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡബ്ല്യു പ്ലസ് വി ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡബ്ല്യു, ദെൻ ഡോ ഡബ്ല്യു ബൈ ഡോ ടി, ടൈം കമ്പോണൻറ്റ് ലാസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ വരുന്നത്. ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ ആക്സിലറേഷൻ, ലോക്കൽ ആക്സിലറേഷൻ ആൻഡ് കൺവെക്റ്റീവ് ആക്സിലറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം ടോട്ടൽ ആക്സിലറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടേം വരുന്നത് കൺവെക്റ്റീവും ലോക്കൽ ആക്സിലറേഷൻ ആണ്. നമ്മുടെ ടോട്ടൽ ആക്സിലറേഷൻ്റെ ആ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയതിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ടേം എക്സ് ഡയറക്ഷനിലുള്ള ഡോ യു ബൈ ഡോ ടി, വൈ ഡയറക്ഷനിൽ ഡോ വി ബൈ ഡോ ടി, ദെൻ സെഡ് ഡയറക്ഷനിൽ ഡോ ഡബ്ല്യു ബൈ ഡോ ടി, ഈ മൂന്ന് കമ്പോണൻ്റ് ആണ് ലോക്കൽ ആക്സിലറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ആ ഒരു ടേം ആണ് ലോക്കൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൺവെക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെക്റ്റീവ് ആക്സിലറേഷൻ പ്ലസ് ലോക്കൽ ആക്സിലറേഷൻ ആണ്. അതിൽ ലോക്കൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് ലോക്കൽ ആക്സിലറേഷൻ. സോ റിമൈനിങ് ടേംസ് ആണ് കൺവെക്റ്റീവ് ആക്സിലറേഷൻ വരുന്നത്. കൺവെക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് കൺവെക്റ്റീവ് ആക്സിലറേഷൻ. ഓക്കെ, the rate of increase of velocity with respect to time at a particular point in the flow and hence it is known as local acceleration. ഓക്കെ, ഇപ്പോൾ ലോക്കൽ ആക്സിലറേഷൻ ഓർ ടെമ്പറൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോ യു ബൈ ഡോ ടി ആണ് എക്സ് ഡയറക്ഷനിൽ, ഡോ വി ബൈ ഡോ ടി ആണ് വൈ ഡയറക്ഷനിൽ, ഡോ ഡബ്ല്യു ബൈ ഡോ ടി ആണ് സെഡ് ഡയറക്ഷനിൽ. ഓക്കെ, അപ്പോൾ വെലോസിറ്റിനെ, റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ പറയുന്നതിനെയാണ് ലോക്കൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, the remaining terms in the expression represent the rate of increase of velocity due to the particles change of position, hence it is known as convective acceleration. Remaining terms എല്ലാം കൂടെ പറയുന്നതാണ്, അതായത് ചേഞ്ച് ഓഫ് പൊസിഷൻ ആണ് റിമൈനിങ് ടേംസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു സെഡ്. വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ആണ് റിമൈനിങ് ടേംസ്. ഓക്കെ, ലോക്കൽ ആക്സിലറേഷൻ ടൈം നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ റിമൈനിങ് ടേംസ് വരുന്നത് വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ആണ്. ഫസ്റ്റത്തെ ടേം വരുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു സെഡ്. ഓക്കെ, അപ്പോൾ റിമൈനിങ് ഈ ടേംസിനെയാണ് നമ്മൾ കൺവെക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇൻ സ്റ്റഡി ഫ്ലോ ലോക്കൽ ആക്സിലറേഷൻ ഈസ് സീറോ. സ്റ്റഡി ഫ്ലോയിൽ നമുക്കറിയാം, അതായത് കമ്പോണൻസ് ഒന്നും വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ആവില്ല. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിട്ട് നമ്മളിതിൽ വരുന്ന ടേം ആണ് നമ്മുടെ ലോക്കൽ ആക്സിലറേഷൻ്റെ ടേംസ്. വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഈ നെക്സ്റ്റ് ഡയറക്ഷൻ നമ്മൾ ഡോ യു ബൈ ഡോ ടി, അതായത് യു എന്ന് പറയുന്ന എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ദെൻ സെക്കൻഡ് വരുന്നത് വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് വി ആണ്, വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ദെൻ തേർഡ് വരുന്നത് സെഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്, അത് വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. സോ ഈ മൂന്ന് ടേമും വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റഡി ഫ്ലോയിൽ എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ചസ് ഒന്നും വരില്ല എന്നാണ്. സോ ലോക്കൽ ആക്സിലറേഷൻ ഈ ടേം മൊത്തമായിട്ട് സീറോ ആയി പോകും. അപ്പോൾ സ്റ്റഡി ഫ്ലോൻ്റെ കേസിൽ ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു കൺവെക്റ്റീവ് ആക്സിലറേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ഇൻ കേസ് ഓഫ് യൂണിഫോം ഫ്ലോൻ്റെ കേസിൽ പൊസിഷൻ അനുസരിച്ച് ചേഞ്ച് ആവില്ല എന്നാണ്. വെലോസിറ്റി കമ്പോണൻസ് ഒന്നും വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻസ് ചേഞ്ച് ആവില്ല. സോ ടൈമിനനുസരിച്ച് ചേഞ്ച് ആവും. സോ ഈ ടേംസ് എല്ലാം ഉണ്ടാവും, ബാക്കി പൊസിഷൻ വരുന്ന ബാക്കി റിമൈനിങ് ടേംസ് എല്ലാം സീറോ ആയി പോകും. അപ്പോൾ യൂണിഫോം ഫ്ലോ കണ്ടീഷനിൽ ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഉണ്ടായിരിക്കില്ല, ലോക്കൽ ആക്സിലറേഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക. കൺവെക്റ്റീവ് ആക്സിലറേഷൻ സീറോ ആയി പോകും. വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ചസ് വരില്ല. വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ചേഞ്ചസ് വരില്ല. സോ നമ്മുടെ കൺവെക്റ്റീവ് ആക്സിലറേഷൻ ടേംസ് എല്ലാം സീറോ ആയി പോകും. ദെൻ റിമൈനിങ് വരെ ലോക്കൽ ആക്സിലറേഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ സ്റ്റഡി ഫ്ലോൻ്റെ കേസിൽ
ലോക്കൽ ആക്സലറേഷൻ 0 ആയിരിക്കും സ്റ്റഡി ഫ്ലോൻ്റെ കേസിൽ. വിത്ത് റെസ്പെക്ട് ടു ടൈം വെലോസിറ്റി കമ്പോണൻസിനൊന്നും ചേഞ്ചസ് വരില്ല. സോ ലോക്കൽ ആക്സലറേഷൻ 0 ആയി പോകും. ദെൻ റിമൈനിങ് കൺവെക്റ്റീവ് ആക്സലറേഷൻ ആയിരിക്കും ടോട്ടൽ ആക്സലറേഷൻ വരുന്നത്. അപ്പോൾ ടോട്ടൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു കൺവെക്റ്റീവ് ആക്സലറേഷൻ ആയിരിക്കും സ്റ്റഡി ഫ്ലോൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, ദെൻ യൂണിഫോം ഫ്ലോൻ്റെ കേസിൽ വരുമ്പോൾ കൺവെക്റ്റീവ് ആക്സലറേഷൻ ടേംസ് എല്ലാം 0 ആയി പോകും. അതായത് വിത്ത് റെസ്പെക്ട് ടു പൊസിഷനാണ് ചേഞ്ചസ് വരാത്തത്. സോ വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ എല്ലാം 0 ആയി പോകുന്നതുകൊണ്ട് കൺവെക്റ്റീവ് ആക്സലറേഷൻ ടേംസ് എല്ലാം 0 ആയി പോകും. അപ്പോൾ യൂണിഫോം ഫ്ലോ കേസിൽ ടോട്ടൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു ലോക്കൽ ആക്സലറേഷൻ ആയിരിക്കും. ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓയിലേറിയൻ ലഗ്രാഞ്ചിയൻ മെത്തേഡ്സ് ഓഫ് റെപ്രസെൻറ്റിംഗ് ഫ്ലൂയിഡ് ഫ്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതായത് ഒരു ഫ്ലൂയിഡ് മോഷനിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലോനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള 2 മെത്തേഡാണ് ലഗ്രാഞ്ചിയൻ മെത്തേഡും ഓയിലേറിയൻ മെത്തേഡും. ഓക്കെ, there are in general 2 methods by which the motion of a fluid is described. ഫ്ലൂയിഡിൻ്റെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള 2 മെത്തേഡാണ് ലഗ്രാഞ്ചിയനും ഓയിലേറിയൻ മെത്തേഡും. ഓക്കെ, ദെൻ അതിൽ ലഗ്രാഞ്ചിയൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഡിവിജ്വൽ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ എടുത്ത് അതിൻ്റെ ത്രൂ ഔട്ട് അതിൻ്റെ ആ ഒരു പാത്തിൽ വരുന്ന ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ അതെല്ലാം മെഷർ ചെയ്ത് പോകുന്നത്. അത് ആ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതല്ല ഒരു ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ എടുത്തിട്ട്. ഈ ജസ്റ്റ് ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ മാത്രം കൺസിഡർ ചെയ്ത് ആ ഒരു പാർട്ടിക്കിളിന് വരുന്ന ചേഞ്ചസ് അതിങ്ങനെ അതിൻ്റെ ആ ഒരു മോഷനിൽ നമ്മൾ ഫ്ലൂയിഡ് ഇൻ മോഷനാണ്, മോഷൻ ഓഫ് ദി ഫ്ലൂയിഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മോഷൻ ഓഫ് ഫ്ലൂയിഡിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള 2 മെത്തേഡാണ് ലഗ്രാഞ്ചിയനും ഓയിലേറിയനും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൂയിഡാണ്. സോ ലഗ്രാഞ്ചിയൻ മെത്തേഡിൽ ആ ഒരു ഫ്ലൂയിഡിൻ്റെ ഒരു പാർട്ടിക്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സലറേഷനിലെല്ലാം വരുന്ന ചേഞ്ചസ് നമ്മൾ നോട്ട് ചെയ്യുന്നതാണ് ലഗ്രാഞ്ചിയൻ മെത്തേഡ്. ഇൻ ലഗ്രാഞ്ചിയൻ മെത്തേഡ് any individual fluid particle is selected which is pursued throughout its course of motion and the observation is made about the behavior of the particle during its course of motion through the space. ഓക്കെ, നമ്മളൊരു ഇൻഡിവിജ്വൽ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ എടുത്ത് ത്രൂ ഔട്ട് അതിൻ്റെ മോഷൻ, ഓക്കെ, വിച്ച് ഈസ് പർസ്യൂഡ് ത്രൂ ഔട്ട് ഇറ്റ്സ് കോഴ്സ് ഓഫ് മോഷൻ, അതിൻ്റെ ഒരു ഫുൾ പാത്ത് നമ്മൾ നോട്ട് ചെയ്തിട്ട് ആ ഒരു ഫുൾ പാത്തിലാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ഒബ്സർവേഷൻസ് എടുക്കുന്നത്. ഓക്കെ, ഒബ്സർവേഷൻ ഈസ് മെയ്ഡ് അബൌട്ട് ദ ബിഹേവിയർ ഓഫ് ദി പാർട്ടിക്കിൾ ഡ്യൂറിങ് ഇറ്റ്സ് കോഴ്സ് ഓഫ് മോഷൻ ത്രൂ ദ സ്പേസ്. ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ എടുത്ത് ആ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ആ ഒരു പാത്തിൽ ഓരോ പൊസിഷനിൽ വരുമ്പോൾ, ഇപ്പോൾ ഈ ഫസ്റ്റ് പൊസിഷനിൽ വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി, ആക്സലറേഷൻ, ദെൻ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ എന്താണെന്ന് നോട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പൊസിഷൻ വരുമ്പോൾ ആ ഒരു സ്പേസിൽ ഈ ഒരു സ്പേസിൽ നമ്മൾ ഈ ഒരു ഫ്ലൂയിഡിനെ മാത്രം കൺസിഡർ ചെയ്ത് അതിൻ്റെ ആ ഒരു പാത്ത് ഉണ്ടാവുമല്ലോ, ആ ഒരു കോഴ്സ് ഓഫ് പാത്തിൽ ഓരോ പൊസിഷനിലും വരുന്ന ആ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന് വരുന്ന ചേഞ്ചസ്, ഓക്കെ, അതിൻ്റെ വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ചസ്, അതിൻ്റെ ആക്സലറേഷനിൽ വരുന്ന ചേഞ്ചസ്, ദെൻ ഡിസ്പ്ലേസ്മെൻറ്റിൽ വരുന്ന ചേഞ്ചസ് എല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ലഗ്രാഞ്ചിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ an observer is sitting in a car and observing the displacement, velocity and acceleration of the car throughout the time interval. ഒരു ഒബ്സർവർ ആ ഒരു കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അതിൻ്റെ വെലോസിറ്റി, എക്സലറേഷൻ അതെല്ലാം അയാൾ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ലഗ്രാഞ്ചിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓയിലേറിയൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ലഗ്രാഞ്ചിയനിൽ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെടുത്ത് അതിൻ്റെ ഫുൾ പാത്തിൽ അതിൻ്റെ ഓരോ പൊസിഷനിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതായിരുന്നു ലഗ്രാഞ്ചിയൻ. ഓയിലേറിയൻ മെത്തേഡിൽ എന്ന് പറയുമ്പോൾ ഒരു സെക്ഷനിൽ ഇപ്പം ഇങ്ങനെ ഈ ഒരു സെക്ഷനിലെ ഒരു വെലോസിറ്റി ഈ ഒരു വോളിയം കമ്പോണൻറ്റ് കൺസിഡർ ചെയ്തിട്ട് ആ ഒരു പൊസിഷനിൽ വരുന്ന പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ചസ്, ഡിസ്പ്ലേസ്മെൻറ്റിൽ വരുന്ന ചേഞ്ചസ്, ആക്സലറേഷനിൽ വരുന്ന ചേഞ്ചസ് അതെല്ലാം ഒബ്സർവ് ചെയ്യുന്നതാണ് ഓയിലേറിയൻ മെത്തേഡ്. ഓക്കെ, ലഗ്രാഞ്ചിയൻ മെത്തേഡിൽ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്ത് അതിൻ്റെ ത്രൂ ഔട്ട് അതിൻ്റെ മൂവ്മെൻറ്റിൽ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ വരുന്ന ചേഞ്ചസ് എന്താണ്, ഈ ഒരു പൊസിഷനിൽ ഓക്കെ, ആ ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ ചേഞ്ചസ് ആണ് നമ്മൾ ലഗ്രാഞ്ചിയനിൽ നോക്കിയത്. ഓക്കെ, ഓയിലേറിയൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സെക്ഷനായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു സെക്ഷൻ എടുത്തു, ഈ ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. സോ ഈ ഒരു സെക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സലറേഷൻ അതിലൊക്കെ വരുന്ന ചേഞ്ചസ് ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓയിലേറിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പിറ്റ് ട്യൂബ് യൂസ് ചെയ്തിട്ടാണ് സാധാരണ ഓയിലേറിയൻ മെത്തേഡിൽ
ചേഞ്ചസ് എല്ലാം മെഷർ ചെയ്യുന്നത്. ഓക്കെ, പിറ്ററ്റ് ട്യൂബ് വെലോസിറ്റി മെഷർ ചെയ്യാനുള്ളതാണ്. ഓക്കെ, in Eulerian method, any point in the space occupied by the fluid is selected and the observation is made of whatever changes of velocity, density and pressure which takes place at that point. Okay, ആ ഒരു പോയിന്റിൽ ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു സെക്ഷനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ വരുന്ന ആ ഒരു പോയിന്റിൽ വരുന്ന പാർട്ടിക്കിൾസിൻ്റെ ചേഞ്ചസ് നോക്കുന്നതിന് ഒബ്സർവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓയിലറിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. Consider you are sitting near the window of the classroom and watching the cars outside the window. This is an example for Eulerian description. Okay, Eulerian descriptionൽ ലഗ്രാഞ്ചിയൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് അതിലെ ചേഞ്ചസ് നമ്മൾ മെഷർ ചെയ്യുന്നതിനെ നമ്മൾ ലഗ്രാഞ്ചിയൻ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, ഓയിലറിയൻ മെത്തേഡിൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു വിൻഡോ സൈഡിൽ ഇരുന്ന് കാറിനെ, അതായത് റോഡിലൂടെ പോകുന്ന ഒരു കാറിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഇരുന്ന് മൂവ്മെൻറ്റ് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഓയിലറിയൻ മെത്തേഡിൽ വരുന്നത്. ഓക്കെ, ദ ബിലോ ഫിഗർ ഷോസ് ദി മെഷർമെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് വെലോസിറ്റി ബൈ യൂസിങ്. ഈ ഒരു ഫിഗർ വെലോസിറ്റി മെഷർ ചെയ്യുന്നത് പിറ്ററ്റ് ട്യൂബ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുന്നതിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഓയിലറിയൻ അപ്രോച്ചിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് പിറ്ററ്റ് ട്യൂബ് യൂസ് ചെയ്തിട്ട് വെലോസിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടും ലഗ്രാഞ്ചിൻ്റെയും ഓയിലറിയൻ്റെയും ജസ്റ്റ് കമ്പാരിസൺ ആണ്. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓയിലറിയൻ ആൻഡ് ലഗ്രാഞ്ചിയൻ എന്നാണ്. സോ നമ്മളിത് ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ നമ്മൾ എക്സാമിന് എഴുതണ്ട, എന്താന്ന് കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. ഫസ്റ്റത്തെ പോയിന്റ് ഓക്കെയാണ്, ദെൻ സെക്കൻഡ് നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ദെൻ ഓയിലറിയനിൽ ഈ ഒരു പോയിൻ്റാണ് കറക്റ്റായിട്ട് അതിൻ്റെ ഡെഫിനേഷൻ വരുന്നത്. സെക്കൻഡ് പോയിന്റ് ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ടേബിൾ വരച്ച് രണ്ടിൻ്റെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എക്സ്പ്ലനേഷനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ലഗ്രാഞ്ചിയൻ മെത്തേഡിൽ ഒബ്സർവർ ഫോളോസ് എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ പാർസൽ ടു ഒബ്സർവ് ദ ചേഞ്ചസ് ഇൻ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഒബ്സർവർ ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെയാണ് അതിൻ്റെ ചേഞ്ചസ് ആണ് നോക്കുന്നത്. ഓക്കെ, ഈ ഓയിലറിയൻ മെത്തേഡിൽ നമ്മൾ പറഞ്ഞു ഫിക്സഡ് പോയിന്റിലെ കൺട്രോൾ വോളിയം അല്ലെങ്കിൽ ഫിക്സഡ് പോയിന്റിലെ ചേഞ്ചസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, the fluid properties are observed at various locations in space wherever the fluid parcel moves. ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ ലഗ്രാഞ്ചിയനിൽ നമുക്കറിയാം ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതിൻ്റെ ത്രൂ ഔട്ട് അതിൻ്റെ ഫ്ലോ പാത്തിൽ വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഓയിലറിയൻ മെത്തേഡിൽ ദ ചേഞ്ചസ് ഇൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫ്ലൂയിഡ് ആർ മെഷേർഡ് അറ്റ് എ ഫിക്സഡ് പോയിന്റ്. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നാണ് ചേഞ്ചസ് മെഷർ ചെയ്യുന്നത്. തേർഡ് പോയിന്റ് വരുന്നത് ദ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആർ ദി ഫംഗ്ഷൻ ഓഫ് ദി ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ആൻഡ് ടൈം. ലഗ്രാഞ്ചിയനിൽ ഇനീഷ്യൽ പൊസിഷൻ്റെയും ടൈമിൻ്റെയും ഫംഗ്ഷൻ ആയിട്ടാണ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓയിലറിയൻ മെത്തേഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അവിടെ അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെ ചേഞ്ചസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആർ ദി ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം ആണ് ഓയിലറിയനിൽ. ലഗ്രാഞ്ചിയനിൽ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ആൻഡ് ടൈം ആണ്. ഓയിലറിയനിൽ ആ ഒരു ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം ആണ് ഓയിലറിയനിൽ വരുന്നത്. ഓക്കെ, ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് കൺട്രോൾ മാസ് അപ്രോച്ച് ആണ്. നമ്മൾ ഒരു പാർട്ടിക്കിളിനെ എടുത്ത് ആ ഒരു പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതൊരു കൺട്രോൾ മാസ് അപ്രോച്ച് ആണ്. ഓയിലറിയൻ എന്ന് പറയുന്നത് കൺട്രോൾ വോളിയം അപ്രോച്ച് ആണ്. നമ്മളൊരു വോളിയം കൺസിഡർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ചേഞ്ചസ് ആണ് നോക്കുന്നത്. സോ കൺട്രോൾ വോളിയം അപ്രോച്ച് ആണ്. ഇൻ ലഗ്രാഞ്ചിയൻ അപ്രോച്ച് മെഷർമെൻറ്റ്സ് ആർ ഡിഫിക്കൾട്ട് ആസ് ഇറ്റ് ഫോക്കസസ് ഓൺ ദി മൂവ്മെൻറ്റ് ഓഫ് ഈച്ച് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. നമുക്കറിയാം ഓരോ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റിൽ വരുന്ന ചേഞ്ചസ് മെഷർ ചെയ്യുന്നത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ്. ഒരു സെക്ഷൻ എടുത്ത് നമ്മൾ ആ ഒരു സെക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിനെ കൺസിഡർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ് ഓരോ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെയും എടുത്ത് അതിൻ്റെ ചേഞ്ചസ് ഒബ്സർവ് ചെയ്യുന്നത്. സോ ലഗ്രാഞ്ചിയൻ മെത്തേഡ് ലിറ്റിൽ ഡിഫിക്കൽട്ടാണ് കമ്പയർ ടു ഓയിലറിയൻ മെത്തേഡ്. ഓയിലറിയൻ ഡെമോൺസ്ട്രേഷൻ ഈസ് ഈസി ഇൻ കമ്പാരിസൺ വിത്ത് ലഗ്രാഞ്ചിയന് വിത്ത് റെസ്പെക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓയിലറിയൻ കുറച്ചും കൂടെ ഈസിയസ്റ്റ് ആണ്. ലഗ്രാഞ്ചിയൻ കൺസിഡറേഷൻ ഹാസ് ഫ്യൂവർ ആപ്ലിക്കേഷൻ. ലഗ്രാഞ്ചിയൻ്റെ ഫ്യൂവർ ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ഓക്കെ, ഓയിലറിയനിൽ മെനി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ നമ്മൾ മെയിനായിട്ട് സാധാരണ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓയിലറിയൻ കൺസിഡറേഷൻസ് ആണ്. ലഗ്രാഞ്ചിയൻ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമ്മളത് പ്രിഫർ ചെയ്യാറില്ല. ഓയിലറിയൻ ആണ് എല്ലാത്തിലും പ്രിഫർ ചെയ്യാറ്.
ഓക്കെ, അപ്പോൾ ഡിഫറൻഷിയേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടേബിൾ വരച്ച് രണ്ടും ഓരോന്നും പ്രത്യേകം ആദ്യം ലഗ്രാഞ്ചിയൻ്റെ എഴുതി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് ഓയിലറിയിൽ നിന്നും. ഓക്കെ, പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യന് 14 മാർക്സ് ആണ്. ദെൻ ഓർ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 13th ക്വസ്റ്റ്യൻ 14 മാർക്സിനുള്ളതുകൊണ്ട് ആയതുകൊണ്ട് അത് ഫുള്ളായിട്ട് എഴുതണം. ദെൻ 14th ക്വസ്റ്റ്യന് എയും ബിയും ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യന് 5 മാർക്സും സെക്കൻഡ് ക്വസ്റ്റ്യന് 9 മാർക്സുമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇത് 2 ക്വസ്റ്റ്യനും 13th ക്വസ്റ്റ്യനും 14th ക്വസ്റ്റ്യനും വായിച്ച് നോക്കിയിട്ട് കമ്പാരിറ്റീവ്ലി ഏതാണ് ഈസിയസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചൂസ് ചെയ്യാവുന്നതാണ്, എന്നിട്ട് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് 13 ക്വസ്റ്റ്യനിൽ പറയുന്നത് എ റെക്ടാങ്കുലർ പോണ്ടൂൺ 10 meter long, 7 meter broad and 2.5 meter deep, weighs 700 kilonewton. It carries an empty boiler. ഓക്കെ, ആദ്യം ഒരു റെക്ടാങ്കുലർ പോണ്ടൂൺ ഉണ്ട്. അതിൻ്റെ ലെങ്ത്ത് 10 മീറ്ററും 7 മീറ്റർ വിഡ്ത്തും 2.5 മീറ്റർ ഡെപ്തും ഉണ്ട്. അതിൻ്റെ വെയിറ്റ് 700 kilonewton ആണ്. ഇറ്റ് ക്യാരീസ് ആൻ എംറ്റി ബോയിലർ. ഈ പോണ്ടൂണിൻ്റെ മുകളിൽ ഒരു എംറ്റി ബോയിലർ ഉണ്ട്. ആ ബോയിലറിൻ്റെ ഡയാമീറ്റർ വരുന്നത് 5 മീറ്റർ ആണ്. ദെൻ അതിൻ്റെ വെയിറ്റ് വരുന്നത് 590 kilonewton ആണ്. ഓക്കെ, മുകളിൽ വെച്ചിരിക്കുന്നത് ഓൺ ഇറ്റ്സ് അപ്പർ ഡെക്ക്. ആ പോണ്ടൂൺ വെച്ച് അതിൻ്റെ അപ്പർ ഡെക്കിലാണ് ബോയിലർ വെച്ചിരിക്കുന്നത്. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ബോയിലർ ആൻഡ് പോണ്ടൂൺ ആർ അറ്റ് ദയർ റെസ്പെക്റ്റീവ് സെൻറ്റേഴ്സ് അലോങ് ദി വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ബോയിലറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും പോണ്ടൂണിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും വെർട്ടിക്കൽ ലൈനിലാണ് വരുന്നത്. ഫൈൻഡ് ദി മെറ്റാസെൻട്രിക് ഹൈറ്റ്. ഓക്കെ, മെറ്റാസെൻട്രിക് ഹൈറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ഈസ് 10.104 kilonewton/meter cube. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ഒരു പറഞ്ഞിരിക്കുന്നത് റെക്ടാങ്കുലർ പോണ്ടൂൺ ഓഫ് 10 meter ലോങ്, 7 meter ബ്രോഡ് ആൻഡ് 2.5 meter ഡീപ്പ്. ഓക്കെ, അപ്പോൾ സൈഡ് വ്യൂ നോക്കുമ്പോൾ 10 meter ലോങ്, 7 meter ബ്രോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, 7 meter ബ്രോഡ്, 2.5 meter ഡെപ്ത് 2.5 meter ആണ്. റെക്ടാങ്കുലർ പോണ്ടൂൺ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ 10 meter long, 7 meter width. ഓക്കെ, ദെൻ അപ്പർ ഡെക്കിൽ ബോയിലർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയാമീറ്റർ 5 meter ആണ്. ഓക്കെ, അപ്പോൾ ബോയിലർ ഡയാമീറ്റർ വരുന്നത്, ഡെപ്ത് റെക്ടാങ്കുലർ പോണ്ടൂണിന് 2.5 meter ആണ് ഡെപ്ത്. ബോയിലറിൻ്റെ ഡയ വരുന്നത് 5 meter ആണ്. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ്. മെറ്റാസെൻട്രിക് ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് GM is equal to I/V minus BG. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ടേം പറഞ്ഞിട്ടുള്ളത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ബോയിലർ ആൻഡ് പോണ്ടൂൺ ആർ അറ്റ് ദി റെസ്പെക്റ്റീവ് സെൻറ്റേഴ്സ് അലോങ് ദി വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, വെർട്ടിക്കൽ ലൈനിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. പോണ്ടൂണിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി G1, ദെൻ ബോയിലറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി G2, ദെൻ ടോട്ടൽ ഈ രണ്ട് ബോഡിയും കൂടെ, അതായത് ബോയിലറും പോണ്ടൂണും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി G ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് മെറ്റാസെൻട്രിക് ഹൈറ്റ് GM ആണ്. GM ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു ടേം എന്ന് പറയുന്നത് I/V minus BG ആണ്. ഓക്കെ, BG ഫൈൻഡ് ഔട്ട് ചെയ്യണം. BG എന്ന് പറയുന്നത് എന്താ? BG എന്ന് പറയുന്നത് ഈ ഒരു ബോഡിയുടെ ഇത്രയും ഭാഗമാണ് സിങ്ക് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, BG എന്ന് പറയുമ്പോൾ ഈ സിങ്ക് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ സെൻറ്ററിലാണ് സെൻറ്റർ ഓഫ് ബോയൻസി വരുന്നത്. ഓക്കെ, BG എന്ന് പറയുമ്പോൾ സെൻറ്റർ ഓഫ് ബോയൻസി തൊട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് BG എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഡാറ്റം കൺസിഡർ ചെയ്തത് എ എന്ന് പറയുന്ന ആ ഒരു ബോട്ടം മോസ്റ്റ് പോയിന്റ് ചെയ്ത് നമുക്ക് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഈ BG ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് G ഫൈൻഡ് ഔട്ട് ചെയ്യണം. ടോട്ടൽ ബോഡിയുടെ, മൊത്തം ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ടോട്ടൽ ബോഡിയുടെ ഫൈൻഡ് ഔട്ട് ചെയ്യണതിന് ആദ്യം റെക്ടാങ്കുലർ പോണ്ടൂണിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ ബോയിലറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ അത് രണ്ടും കൂടെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് മൊത്തം ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. GM is equal to I/V minus BG. ഓക്കെ, മെറ്റാസെൻട്രിക് ഹൈറ്റിൻ്റെ ഇക്വേഷനാണിത്. നമുക്കിതിൽ
ഐ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് വൈ ആക്സിസ് ആണ്. സോ ഇതിൽ വരുന്നത് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ DBQ/12 ആണ് വരാം. സോ ഡെപ്ത് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. അപ്പോൾ 10 ഇൻറ്റു ബ്രെഡ്ത്ത് 7 ആണ്. 7³/12 ആണ് ഐ വരുന്നത്. ഓക്കെ, ദെൻ വോളിയം എന്ന് പറയുന്നത് ഇമ്മേഴ്സ് ചെയ്ത പോർഷൻ്റെ വോളിയം ആണ് മെറ്റാസെൻട്രിക് ഹൈറ്റിൻ്റെ ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ വി എന്ന് പറയുന്ന ടേം. അതുകൊണ്ടാണ് അതിന് ചെറിയൊരു ക്രോസ് ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ വോളിയം, ടോട്ടൽ വോളിയം അല്ല, ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ വോളിയം. ഓക്കെ, അപ്പോൾ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ഇത്രത്തോളം പോർഷൻ്റെ വോളിയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. സോ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ 7 മീറ്റർ ആണ് വിഡ്ത്ത് എന്ന് നമുക്കറിയാം. ദെൻ ബാക്കിലേക്കുള്ള ലെങ്ത്ത് 10 മീറ്റർ ആണെന്ന് നമുക്കറിയാം. ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ഹൈറ്റ് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഹൈറ്റ് എച്ച് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേമിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇനിയുള്ളത് എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ വോളിയം ടേം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു എച്ച് നമുക്കറിയണം. ഓക്കെ, പിന്നെ അറിയാനുള്ളത് BG ആണ്. BG എന്ന് പറയുമ്പോൾ സെൻറ്റർ ഓഫ് ബോയൻസിയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നമ്മൾ റെക്ടാങ്കുലർ പോർഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി G1 ആണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ, ദെൻ ബോയിലറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി G2 ആണെങ്കിൽ ടോട്ടൽ ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതായത് ഈ G1ഉം G2ഉം കൂടിയിട്ടുള്ള ഈ ഒരു ടോട്ടൽ ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് G ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ജിന്ന് സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലേക്കുള്ള ഈ ഒരു BG എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അപ്പോൾ ഇതാണ് ഫിഗർ. അപ്പോൾ നമുക്ക് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് G1 ആണ്. ഓക്കെ, G1 എന്ന് പറയുന്നത് ഈ ഒരു A to G1 വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഈ ഒരു ബോഡിയുടെ ഡെപ്ത് എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ AG1 is equal to 2.5/2. 2.5/2 1.25 മീറ്റർ ആണ്. 1.25 മീറ്റർ ആണ് AG1 വരുന്നത്. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. മൊത്തം ആ ഒരു ബോഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുക. റെക്ടാങ്കുലറിൻ്റെ കേസിൽ ഇതാണ് ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെപ്ത് ടോട്ടൽ D ആണ് ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുക. സോ D/2 മൊത്തം ഡെപ്തിൻ്റെ സെൻറ്ററിലാണ്. അപ്പോൾ മൊത്തം ഡെപ്ത് D ആണെങ്കിൽ സെൻറ്റർ എന്ന് പറയുന്നത് D/2. അപ്പോൾ D/2 ഡെപ്തിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ 2.5 ആണ് ഡെപ്ത് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 2.5/2 ആണ് AG1 എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, ദെൻ AG2 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. AG2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മീറ്റർ ഉണ്ട്. 2.5 മീറ്റർ പ്ലസ് ബോയിലറിൻ്റെ സെൻറ്ററിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ്. ബോയിലറിൻ്റെ മൊത്തം ഡയ നമുക്ക് 5 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ 5/2 2.5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ AG2 എന്ന് പറയുന്നത് A എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. AG2 എന്ന് പറഞ്ഞാൽ ഇത്രയും ആ ഒരു ഡിസ്റ്റൻസ് റെക്ടാങ്കുലർ പോർഷന് 2.5 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ ബോയിലറിൻ്റെ ഡയ 5 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലേക്ക് അപ്പോൾ 2.5 തന്നെയായിരിക്കും. 5/2 2.5 ആയിരിക്കും. ഓക്കെ, മൊത്തം 5 ആണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് 2.5. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ 2.5 പ്ലസ് 5/2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അതാണ് AG2. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ റെക്ടാങ്കുലർ പോണ്ടൂണിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഡിസ്റ്റൻസ് AG1 ആണ്. അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ബോയിലറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് A എന്ന് G2 വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഈ G എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ആ ഒരു ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്ലൈയിങ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ A ഇൻറ്റു G എന്ന് പറയുന്നത് മൊത്തം ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വെയിറ്റ് ഇൻറ്റു A ഇൻറ്റു G എന്ന് പറയുന്നത് W ഇൻറ്റു AG ഈസ് ഈക്വൽ ടു ഈ ഒരു ബോഡി എന്ന് പറയുന്നത് W2 ആണ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ W2 ഇൻറ്റു AG2 പ്ലസ് W1 ഇൻറ്റു AG1.
ടോട്ടൽ ബോഡിയുടെ വെയിറ്റ് ഇൻറ്റു അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് ടോട്ടൽ വെയിറ്റ്. W എന്ന് പറയുന്നത് W1 + W2 ആണ്. ഓക്കെ, W1 ഉം W2 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, W1 എന്ന് പറയുന്നത് W1 എന്ന് പറയുന്നത് 700 കിലോ ന്യൂട്ടണും W2 എന്ന് പറയുന്നത് 590 കിലോ ന്യൂട്ടനുമാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ടോട്ടൽ വെയിറ്റ് നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വെയിറ്റ് കിട്ടും. ഓക്കെ, ഇൻറ്റു ടോട്ടൽ വെയിറ്റ് ഇൻറ്റു അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് AG. ഓക്കെ, ടോട്ടൽ വെയിറ്റ് ക്യാപിറ്റൽ W ഇൻറ്റു AG എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ്. മൊത്തം ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ് ക്യാപിറ്റൽ G. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് AG. ബോട്ടത്തിൽ നിന്ന് മൊത്തം ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് AG. ഓക്കെ, അപ്പോൾ AG ഈസ് ഈക്വൽ ടു ആ രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ആ രണ്ട് ബോഡീസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് റെക്ടാങ്കുലർ പോണ്ടൂൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റെക്ടാങ്കുലർ പോണ്ടൂണിൻ്റെ വെയിറ്റ് ഇൻറ്റു അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് ബോയിലർ ഇൻറ്റു അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് അതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സിൽ പറയുന്നത്. അതായത് മൊത്തം ബോഡീനെ കൺസിഡർ ചെയ്ത് അതിൻ്റെ വെയിറ്റ് ഇൻറ്റു അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ ആയിട്ട് രണ്ട് ബോഡീസാണ് അതിലുള്ളത്. അപ്പോൾ അതിനെ രണ്ടും ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്ത് ഫസ്റ്റത്തെ ബോഡിയുടെ വെയിറ്റ് ഇൻറ്റു അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് സെക്കൻഡ് ബോഡി അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ടോട്ടൽ ബോഡിയുടെ വെയിറ്റ് ഇൻറ്റു അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ W1 + W2 എന്ന് പറയുന്നത് 700 + 590 ഇൻറ്റു AG ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. സോ AG ഈസ് ഈക്വൽ ടു W2 എന്ന് പറയുന്നത് സെക്കൻഡ് ബോഡിയുടെ വെയിറ്റ് ആണ്. സോ 590 ഇൻറ്റു 5 പ്ലസ് ഫസ്റ്റ് ബോഡി എന്ന് പറയുന്നത് 700 ആണ്. സോ 700 ഇൻറ്റു AG1 വരുന്നത് 1.25. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് AG ഈസ് ഈക്വൽ ടു 590 ഇൻറ്റു 5 പ്ലസ് 700 ഇൻറ്റു 1.25 ഡിവൈഡഡ് ബൈ 700 ടോട്ടൽ വെയിറ്റ് 590, 700 + 590. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് AG കിട്ടും, അതായത് മൊത്തം ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത് 2.965 മീറ്റർ ആണ്. 2.965 മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ AG ഫൈൻഡ് ഔട്ട് ചെയ്തു. AG ഫൈൻഡ് ഔട്ട് ചെയ്താൽ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഓക്കെ, അപ്പോൾ ഈ ഒരു ബോട്ടത്തിൽ നിന്ന് മൊത്തം ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് AG കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്ക് BG ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം B ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, B ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ ഡെപ്ത് അറിയണം. ഓക്കെ, ആ ഡെപ്ത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഓക്കെ AG നമുക്ക് വാല്യൂ കിട്ടിയത് 2.965 മീറ്റർ ആണ്. ഓക്കെ, ഡെപ്ത്, ഈ ഒരു ഡെപ്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ സ്മോൾ h എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഒരു ബോഡി എന്തെങ്കിലും ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അത്രത്തോളം വെയിറ്റ് വാട്ടർ ഡിസ്പ്ലേസ്. ഇപ്പോൾ വാട്ടറിലാണ് നമ്മളൊരു ബോഡി ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോഡിയുടെ വെയിറ്റ് എത്രയാണോ അത്രത്തോളം വാട്ടർ ഡിസ്പ്ലേസ് ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോഡിയുടെ കേസിൽ വരുമ്പോൾ ടോട്ടൽ വെയിറ്റ് ഓഫ് ബോഡി ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. വോളിയം ഓഫ് സീ വാട്ടർ ആണ് കേസിൽ. സീ വാട്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സീ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ബോഡി എന്ന് പറയുന്നത് 700 + 590 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, 700 + 590 ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സീ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, വോളിയം ഓഫ് സീ വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സീ വാട്ടറിൻ്റെ റിലേറ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ ഒരു ടേം തന്നിട്ടുണ്ട്. അതാണ് വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ. വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സ്മോൾ w ഈസ് ഈക്വൽ ടു 10.104 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വെയിറ്റ് ഓഫ്
സ്മോൾ ഡബ്ല്യു ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 10.104 എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് വെയിറ്റ് സ്മോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ വെയിറ്റ് ഇൻറ്റു വോളിയം ആണ്. ഓക്കെ, അപ്പം സ്മോൾ ഡബ്ല്യു ഇൻറ്റു വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഡബ്ല്യു കിട്ടും. ഓക്കെ, സ്മോൾ ഡബ്ല്യു എന്ന് പറയുന്ന ഇൻറ്റു സ്മോൾ ഡബ്ല്യു ഇൻറ്റു വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ വെയിറ്റ് കിട്ടും. ഓക്കെ, സ്മോൾ ഡബ്ല്യുവിൻ്റെ വാല്യൂ വരുന്നത് 10.104 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ഇൻറ്റു വോളിയം. വോളിയം എന്ന് പറയുമ്പോൾ ആ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ വോളിയമാണ്. സോ ഈ ഒരു എച്ച് ഇൻറ്റു വിഡ്ത്ത് വരുന്നത് 7 മീറ്റർ, ദെൻ ഡെപ്ത്ത് വരുന്നത് 2.5. സോ 2.5 ഇൻറ്റു 7 ഇൻറ്റു എച്ച്. ഓക്കെ, 700 പ്ലസ് 590 ഈസ് ഈക്വൽ ടു 10.104 ഇൻറ്റു മൊത്തം ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ്റെ വോളിയം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്മോൾ എച്ചിൻ്റെ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ്റെ ഡെപ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ വരുന്നത് 1.824 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എച്ച് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ ഹൈറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തു, എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് സെൻറ്റർ ഓഫ് ബോയൻസി ആണ്. സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ സെൻറ്ററിലാണ് വരാം. ഓക്കെ, അപ്പോൾ ആ എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ h/2 ആണ് സെൻറ്റർ ഓഫ് ബോയൻസിയുടെ ആ ഒരു ഡെപ്ത് വരാം. ഓക്കെ, അപ്പോൾ എ ബി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ബോയൻസിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h/2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 1.824/2 ചെയ്യുമ്പോഴാണ് നമുക്ക് സെൻറ്റർ ഓഫ് ബോയൻസിയിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് കിട്ടാം. ഓക്കെ, അപ്പോൾ ഇതിൽ വാല്യൂ വരാം 0.912 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എ ജി ഫൈൻഡ് ഔട്ട് ചെയ്തു, എ ബി ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഫിഗറിൽ നോക്കുകയാണെങ്കിൽ എ ജി ഫൈൻഡ് ഔട്ട് ചെയ്തു, എ ബിയും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസും നമുക്കറിയാം. അപ്പോൾ എ ജിയിൽ നിന്ന് എ ബി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ബി ജി കിട്ടും. ഓക്കെ, ബി ജി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ ഈ സ്റ്റെപ്സൊക്കെ ചെയ്തത്. ഈ മെറ്റാസെൻട്രിക് ഹൈറ്റിൻ്റെ ഈ ഒരു ഇക്വേഷനിലെ ബി ജി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ ഈ സ്റ്റെപ്സൊക്കെ ചെയ്തത്. നമ്മൾ ആദ്യം എ ജി ഫൈൻഡ് ഔട്ട് ചെയ്തു, ദെൻ എ ബി ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ എ ജിയിൽ നിന്ന് എ ബി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി ജി എന്നുള്ള ആ ഒരു ഡെപ്ത് കിട്ടും. ഓക്കെ, എ ജി എന്ന് പറയുന്നത് 2.965 മീറ്റർ ആണ്, മൈനസ് എ ബി എന്ന് പറയുന്നത് 0.912 മീറ്റർ ആണ്. ഓക്കെ, എ ജി എന്ന് എ ബി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബി ജി എന്ന് പറയുന്ന ആ ഒരു ഡെപ്ത് കിട്ടും. 2.053 മീറ്റർ ആണ് ബി ജി ഡെപ്ത് വരുന്നത്. ഓക്കെ, പിന്നെ ബാക്കി നമുക്ക് റിമൈനിങ് ടേംസ് വരുന്നത് I/V മൈനസ് ബി ജിയിൽ ബി ജി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് y ആക്സിസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് y ആക്സിസ്, ഇതാണ് ഈ ബോഡിയുടെ ടോപ്പ് വ്യൂ വരുന്നത് ഈ ഒരു താഴത്തെ ഫിഗറാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിഗറിൽ y ആക്സിസ് അബൌട്ട് ആണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് I/Y എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ബോഡിയുടെ I/Y എന്ന് പറയുന്നത് DB³/12 ആണ്. ഇതിൽ ഡെപ്ത് വരുന്നത് 10 മീറ്റർ ആണ്. സോ 10 ഇൻറ്റു ബ്രെഡ്ത്ത് വരുന്നത് 7 മീറ്റർ ആണ്. സോ 7³/12. ഓക്കെ, അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 285.83 മീറ്റർ/4 ആണ്. ഓക്കെ, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് വരുന്നത് മീറ്റർ/4 ആണ്. സോ യൂണിറ്റ് എഴുതുമ്പോൾ അതിന് യൂണിറ്റ് എഴുതിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് അതിനനുസരിച്ച് കുറയും. സോ യൂണിറ്റ് സൂക്ഷിച്ച് എഴുതണം, മീറ്റർ/4 എന്നുള്ളത് ശ്രദ്ധിച്ചെഴുതണം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇനി നമുക്ക് വോളിയം ഓഫ് ദി ബോഡി സബ്മേർജ്ഡ് ഇൻ ദ ലിക്വിഡ്. ഈ ഒരു ഇക്വേഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ടേമാണ് വോളിയം ഓഫ് ദി ബോഡി ഇമ്മേഴ്സ്ഡ് ഇൻ ദ ലിക്വിഡാണ്. സോ ആ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ മാത്രം വോളിയമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, മൊത്തം ഒരു ബോഡിയുടെ വോളിയം കൺസിഡർ ചെയ്യേണ്ട. ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും പോർഷൻ ഓഫ് ദി ബോഡി മാത്രമാണ് ഇമ്മേഴ്സ് ആയിട്ടുള്ളൂ. സോ അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് V is equal to ലെങ്ത് പറയുന്നത് 10 മീറ്റർ ആണ്, വിഡ്ത്ത് പറയുന്നത് 7 മീറ്റർ ആണ്. ഓക്കെ, ഹൈറ്റ് ആണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്. മൊത്തം ഈ ഒരു റെക്ടാങ്കുലർ പോണ്ടൂൻ്റെ ഡെപ്ത് ആണ് 2.5 മീറ്റർ. ഓക്കെ, ആ ഒരു സ്മോൾ എച്ച് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്മോൾ എച്ച് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 1.824 ആണ്. ഓക്കെ, അപ്പോൾ 1.824 ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്.
ഇപ്പോൾ വോളിയത്തിൻ്റെ ആൻസർ വരുന്നത് 127.68 m/3 മീറ്റർ ക്യൂബാണ് വോളിയം വരുന്നത്. പിന്നെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് GM is equal to I/V minus BG. അതിൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 285.83. വോളിയം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 127.68 മൈനസ് BG. ആ ഒരു ഡെപ്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 2.05 ആയിരുന്നു. ഓക്കെ, അപ്പോൾ 2.05. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെറ്റാസെൻട്രിക് ഹൈറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റിൻ്റെ ആൻസർ വരുന്നത് 0.185 മീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്തിരി ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഒരു ഫിഗർ വരച്ച് ആ ഒരു ബോഡി എത്രത്തോളം ഇമ്മേഴ്സ് ആയിരിക്കും എന്നുള്ളതെല്ലാം നമ്മൾ ഏകദേശം നമുക്ക് അതൊന്ന് ഒരു അസംഷനിൽ വേണം ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആദ്യം ഫിഗർ വരയ്ക്കുന്നതിന് 14 മാർക്സ് ക്വസ്റ്റ്യനിൽ ഫിഗർ വരയ്ക്കുന്നതിന് 2 മാർക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഫിഗർ എല്ലാ ക്വസ്റ്റ്യനിലും ഫിഗർ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ഒരു ഫിഗർ വരയ്ക്കുന്നതിന് 2 മാർക്സ് എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം റെക്ടാങ്കുലർ പോണ്ടൂൺ വരയ്ക്കാം. റെക്ടാങ്കുലർ പോണ്ടൂൺ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം അതിനെ സെക്ഷൻ കട്ട് ചെയ്തിട്ട്, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സെക്ഷൻ കട്ട് ചെയ്ത് അതിൽ കൂടെ നോക്കുന്ന ആ ഒരു വ്യൂവിലാണ്. ഓക്കെ, ആ ഒരു വ്യൂവിലാണ് നമ്മൾ ആ ഒരു ഫിഗർ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റെക്ടാങ്കുലർ പോണ്ടൂൺ വരയ്ക്കുമ്പോൾ അതിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ വിഡ്ത്തും ഡെപ്ത്തും മാത്രമാണ്. ലെങ്ത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ലെങ്ത്ത് അങ്ങനെ വൈ ഡയറക്ഷനിലാണ് ലെങ്ത്ത് കിടക്കുന്നത്. സോ നമ്മളത് അതിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോഴാണ് ലെങ്ത്ത് നമ്മൾ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം റെക്ടാങ്കുലർ പോണ്ടൂൺ വരച്ചു. റെക്ടാങ്കുലർ പോണ്ടൂണിൻ്റെ എബവ് ബോയിലർ ഉണ്ടെന്നാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് അപ്പർ ഡെക്കിലാണ് ബോയിലർ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. റെക്ടാങ്കുലർ പോണ്ടൂൺ വരച്ച് കഴിയുമ്പോൾ പിന്നെ ദെൻ ബോയിലർ വരയ്ക്കണം. ബോയിലർ 5 മീറ്റർ ഡൈ ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് മനസ്സിലായി റൗണ്ട് ഫിഗർ ആണ്. സോ അപ്പോൾ റൗണ്ട് വരച്ച് സർക്കിൾ വരച്ച് അതിൻ്റെ 5 മീറ്റർ ഡയ മാർക്ക് ചെയ്ത്. ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റിൻ്റെ ഇക്വേഷൻ എഴുതാം. മെറ്റാസെൻട്രിക് ഹൈറ്റിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ ജസ്റ്റ് നോക്കുക, ഓരോ ടേമും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റിൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ആദ്യം I എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി പ്ലാൻ ആണ്, അബൌട്ട് y ആക്സിസ്. ദെൻ വോളിയം എന്ന് പറയുന്നത് ഇമ്മേഴ്സ്ഡ് സബ്മേർജ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ വോളിയം ആണ്. ഓക്കെ, ദെൻ BG എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ബോയൻസിയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഓരോ ടേമും ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, എന്നിട്ട് BG ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ BG ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ബിയും സെൻറ്റർ ഓഫ് ബോയൻസിയും ഫൈൻഡ് ഔട്ട് ചെയ്യണം, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സെപ്പറേറ്റ് ബോഡീസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഓരോ ബോഡിയുടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ബോഡിയുടെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് അപ്ലൈ ചെയ്തിട്ട് മൊത്തം ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി AG ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, മൊത്തം ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി AG ഫൈൻഡ് ഔട്ട് ചെയ്തു. AG ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് G ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് സെൻറ്റർ ഓഫ് ബോയൻസി B ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് ബോയൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് എത്രത്തോളം പോർഷൻ ഇമ്മേഴ്സ് ആയിട്ടുണ്ടെന്ന് അറിയണം. സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മേർജ് ചെയ്തിരിക്കുന്ന എത്ര പോർഷനാണ്. ഓക്കെ, ഈ റെക്ടാങ്കുലർ പോണ്ടൂണിൻ്റെ ഈ ഒരു H ഡെപ്തിലാണ് അത് ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു H ഡെപ്ത് എത്രയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അറിയേണ്ടത് അത് നമ്മൾ H ഡെപ്ത് എങ്ങനെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്ന് ഒന്ന് ആലോചിക്കണം. ഓക്കെ, അപ്പോൾ H ഡെപ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ആർക്കിമിഡീസ് പ്രിൻസിപ്പളിൻ്റെ ജസ്റ്റ് ആ ഒരു ബേസിക് ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തിട്ട് ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ബോഡി എന്ന് പറയുന്നത് ഒരു ബോഡി ഒരു ലിക്വിഡിൽ സബ്മേർജ് ചെയ്തിരിക്കുമ്പോൾ എത്രത്തോളം ആ ബോഡിയുടെ വെയിറ്റ് എത്രയാണോ അത്രത്തോളം വെയിറ്റ് ഓഫ് വാട്ടർ തന്നെ ഡിസ്പ്ലേസ് ആവും. സോ ആ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ട് H നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇതിൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ബോഡി എന്ന് പറയുന്നത് 700 + 590 ആണ്. ദെൻ അത്രയും വെയിറ്റ് സീ വാട്ടർ ഡിസ്പ്ലേസ് ആവും. അപ്പോൾ ഡിസ്പ്ലേസ് ചെയ്യുന്ന സീ വാട്ടർ എത്രയാണ് അതിൻ്റെ വെയിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിൻ്റെ വെയിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സ്പെസിഫിക് വെയിറ്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സ്പെസിഫിക് വെയിറ്റിൻ്റെ ടേമിലേക്ക് മാറ്റാൻ W × V ചെയ്താൽ മതി. വോളിയം ചെയ്താൽ മതി. W × വോളിയം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് × വോളിയം. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10.104 ആണ് സ്പെസിഫിക് വെയിറ്റ് വരുന്നത്. ഓക്കെ, ഇൻറ്റു വോളിയം. ആ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ വോളിയാണ്. എന്നാലാണ് നമുക്ക് ആ ഒരു H ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തത്.
ഓക്കെ, അപ്പോൾ then അതിൽ നിന്ന് നമ്മൾ എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഹാഫിലാണ്, ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ ഹാഫിലാണ് ബോയോൺസി, സെൻറ്റർ ഓഫ് ബോയോൺസി ആക്ട് ചെയ്യാം. സോ എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ h/2 ഫൈൻഡ് ഔട്ട് ചെയ്യാം. h/2 എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 0.912 മീറ്റർ ആണ് വന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്കുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തു, AG ഫൈൻഡ് ഔട്ട് ചെയ്തു, സെൻറ്റർ ഓഫ് ബോയോൺസിക്കുള്ള ഡിസ്റ്റൻസ് ABയും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് AG നിന്ന് AB മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ B to G ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും, BG എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, BG ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ്. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുമ്പോൾ എബൌട്ട് y ആക്സിസ് ആണ്. സോ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ, പ്ലാനിൽ നോക്കുമ്പോൾ നമുക്ക് റെക്ടാങ്കുലർ ആണ്, റെക്ടാങ്കുലറിൻ്റെ എബൌട്ട് y ആക്സിസ് വരുന്ന മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നോക്കണം. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ പറയുമ്പോൾ dB/12 ആണ് റെക്ടാങ്കുലറിൻ്റെ എബൌട്ട് y ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടും. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെ യൂണിറ്റ് m/4 ആണ്. ഓക്കെ, ദെൻ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടി. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് വോളിയം ഓഫ് സബ്മേർജ്ഡ് പോർഷൻ ആണ്. സബ്മേർജ് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ്റെ വോളിയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. സോ നമുക്ക് h അറിയാം, വിഡ്ത്ത് അറിയാം, ലെങ്ത് എത്രയാണെന്ന് അറിയാം. ലെങ്ത് 10 ആണ്, വിഡ്ത്ത് വരുന്നത് 7 മീറ്റർ ആണ്, ദെൻ ഡെപ്ത്ത് h വരുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 1.824 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു v നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. v ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ടേംസ് ഒക്കെ ഈ ഒരു ഇക്വേഷനിൽ GM = I/V - BG എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റാസെൻട്രിക് ഹൈറ്റ് കിട്ടും. ഓക്കെ, 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ കുറച്ച് ലെങ്തിയാണ്, ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 5 മാർക്സിൻ്റെ 14th ക്വസ്റ്റ്യനിൽ ഡിറ്റർമിൻ ദി തേർഡ് വെലോസിറ്റി കമ്പോണൻറ്റ്. തേർഡ് വെലോസിറ്റി കമ്പോണൻറ്റ് എന്താ, സോറി വെലോസിറ്റി കമ്പോണൻസ് എന്താ, എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് എന്ന് പറയുന്നതാണ് U, y ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻ്റ് ആണ് V, Z ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻ്റ് ആണ് W. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തേർഡ് വെലോസിറ്റി കമ്പോണൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് മൂന്നാമത്തെ വെലോസിറ്റി കമ്പോണൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് യുവും വിയും തന്നിട്ടുണ്ട്, എക്സ് ഡയറക്ഷനിലുള്ളതും തന്നിട്ടുണ്ട്, y ഡയറക്ഷനിലുള്ളതും തന്നിട്ടുണ്ട്. തേർഡ് വെലോസിറ്റി കമ്പോണൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് സെഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് തേർഡ് വെലോസിറ്റി കമ്പോണൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് U തന്നിരിക്കുന്നത് U = x² + y² + z². V തന്നിരിക്കുന്നത് xy² - yz² + xy. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് W ആണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ വരുന്നത് ∂U/∂x + ∂V/∂y + ∂W/∂z = 0 എന്നാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം ഇതിലത്തെ ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് ∂U/∂x + ∂V/∂y + ∂W/∂z = 0. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് അറിയാവുന്ന ടേംസ് എന്ന് പറയുന്നത് ∂U/∂x ഇതിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ∂U/∂x എന്ന് പറയുന്നത് = വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. x² വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2x ആണ് വരാം. y² വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആണ്. സോ +0. z² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആണ്. സോ +0. ഇനി നെക്സ്റ്റ് ടേം വരുന്നത് ∂V/∂y. ∂V/∂y ചെയ്യണം. സോ ∂V/∂y ചെയ്യുമ്പോൾ y ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ xy² വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരാം 2xy - yz² വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ z². ഓക്കെ, ദെൻ xy എന്ന് പറയുന്ന ടേമിനെ വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ +x. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. സോറി, ∂V/∂x ∂U/∂x ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ∂W/∂z എന്ന് പറയുമ്പോൾ ∂W/∂z = ഈ രണ്ട് ടേം ∂U/∂x + ∂V/∂y ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഓക്കെ, -(x²)
ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതിൻ്റെ മൈനസ്. ഓക്കെ, ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പോസിറ്റീവ് ടേം ആണ്. ദെൻ റിമൈനിങ് പോസിറ്റീവ് ടേംസ് ആണ്. ഈ രണ്ട് ടേമും റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ കോമൺ ആയിട്ട് നെഗറ്റീവ് ആഡ് ചെയ്താൽ മതി. അതായത് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഓക്കെ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ എക്സ്, റൈറ്റിലേക്ക് പോകുമ്പോൾ മൈനസ് ഡോ യു ബൈ ഡോ എക്സ് മൈനസ് ഡോ വി ബൈ ഡോ വൈ യു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ മാറാം? 2x പ്ലസ് 2xy മൈനസ് സെഡ് സ്ക്വയർ പ്ലസ് എക്സ്. ഓക്കെ, അപ്പോൾ മൈനസ് 3x മൈനസ് 2xy പ്ലസ് സെഡ് സ്ക്വയർ. അതാണ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡിൻ്റെ വാല്യൂ വരാം. ഓക്കെ, അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു മൈനസ് 3x മൈനസ് 2xy പ്ലസ് സെഡ് സ്ക്വയർ. ഓക്കെ, ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ആണ് മൈനസ് 3x മൈനസ് 2xy പ്ലസ് സെഡ് സ്ക്വയർ. ഓക്കെ, ഇതിൽ ഡോ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 3x മൈനസ് 2xy പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു ഡോ സെഡ് ആവില്ലേ. ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ആണ് ഈ ഒരു ടേം വരുന്നത്. സോ ഡോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇവിടെ ഡിവിഷൻ ഉള്ളത് റൈറ്റിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ ഈ ഒരു ടേം ഇൻറ്റു ഡോ സെഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് തേർഡ് വെലോസിറ്റി കമ്പോണൻറ്റ് ഡബ്ല്യു ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ കിട്ടിയത് ഡോ ഡബ്ല്യു ആണ്. നമുക്ക് ഇതിൽ നിന്ന് ഡബ്ല്യു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡബ്ല്യു കിട്ടും. ഓക്കെ, ഇൻ്റഗ്രേറ്റിംഗ് ഈ ഒരു ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 3xനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 3 ഇൻറ്റു എക്സ് സെഡ് മൈനസ് 2 ഇൻറ്റു എക്സ് വൈ സെഡ് പ്ലസ് സെഡ് സ്ക്വയറിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം സെഡ് ക്യൂബ് ബൈ 3. ഓക്കെ, ഇപ്പോൾ ഡബ്ല്യു വെലോസിറ്റി കമ്പോണൻറ്റ് ഇൻ സെഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. പ്ലസ് ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് ഇൻ്റഗ്രേഷനും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കോഎഫിഷ്യൻ്റ് വരുന്നത് ഇത് നമ്മൾ സെഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ കോഎഫിഷ്യൻ്റ് വരുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ ആയിരിക്കും വെലോസിറ്റി കമ്പോണൻ്റ് വരുന്നത്. ഓക്കെ, സെഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻ്റ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ കോഎഫിഷ്യൻ്റ് വരുമ്പോൾ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എക്സിൻ്റെയും വൈൻ്റെയും ഫംഗ്ഷനിലാണ് കോഎഫിഷ്യൻ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ആൻസർ വരുന്നത് ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് 3xz മൈനസ് 2xyz പ്ലസ് സെഡ് ക്യൂബ് ബൈ 3 പ്ലസ് എഫ് ഓഫ് എക്സ് കോമ വൈ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ 14th ക്വസ്റ്റ്യൻ്റെ ബി ക്വസ്റ്റ്യൻ വരുന്നത് ഡിറൈവ് ദി കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3D കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഓക്കെ, നമ്മൾ സിലബസ് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞിരുന്നു സിലബസിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 1 dimension 2 dimension ആൻഡ് 3 dimension. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിറൈവ് ദി കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3D കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുവിധ എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിറൈവ് ദി കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3D കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ എടുക്കേണ്ടത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ 3 dimensionally ഡിറൈവ് ചെയ്യാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താ? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാസ് ഇസ് നൈദർ ബി ക്രിയേറ്റഡ് മാസ് ഇസ് നൈദർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയ്ഡ് വിത്തിൻ ദിസ് റീജിയൻ. അതായത് മാസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ, അതായത് ഒരു സെക്ഷനിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് അത് മൂവ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എൻവറോൺമെൻറ്റിലുള്ള ഒരു മാസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മാസിനെ നമുക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യാനോ ചെയ്യാനോ പറ്റില്ല. ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഇപ്പോൾ ജസ്റ്റ് ഒരു റെക്ടാങ്കുലർ എലമെൻ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു മാസ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം മാസ് തന്നെ അതിൽ നിന്ന് ലീവ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ഫ്ലൂയിഡ്, ഒരു പൈപ്പിലൂടെയുള്ള ഒരു ഫ്ലൂയിഡിൻ്റെ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് ഫ്ലൂയിഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ 1 എടുക്കുമ്പോൾ ഇതിലൂടെയുള്ള ഒരു വെലോസിറ്റി v1 ആണെന്ന് കൺസിഡർ ചെയ്യുക. ദെൻ ഇവിടുത്തെ ഡെൻസിറ്റി വരുന്നത് ρ1.
ഓക്കെ, ദെൻ ഈ ഒരു സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് A1 ആണെന്ന് എടുക്കാം. ഓക്കെ, ഈ ഒരു സെക്ഷൻ 2 എടുക്കുമ്പോൾ ഇതിലൂടെയുള്ള ഈ ഒരു പോർഷൻ്റെ ലീവ് ചെയ്യുന്ന ഒരു പോർഷനിലെ ഏരിയ വരുന്നത് A2, ദെൻ ഈ ഒരു പോർഷനിലെ ഡെൻസിറ്റി വരുന്നത് ρ2, ദെൻ ഇവിടുത്തെ വെലോസിറ്റി വരുന്നത് V2 ആണ്. ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസ് ഫ്ലോ റേറ്റ് ഈ ഒരു സെക്ഷനിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന ആ ഒരു മാസ് ഫ്ലോ റേറ്റ് ഇസ് ഈക്വൽ ടു അതിൽ ആ ഒരു പൈപ്പിൽ നിന്ന് ലീവ് ചെയ്യുന്ന മാസ് ഫ്ലോ റേറ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് വരുന്നത് kg/s ആണ്. ഓക്കെ, മാസ് ഫ്ലോ റേറ്റ്. ഓക്കെ, മാസ് ഫ്ലോ റേറ്റ് അറ്റ് സെക്ഷൻ 1 വിൽ ബി ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് അറ്റ് സെക്ഷൻ 2 അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം ഒരു സെക്ഷനിലേക്കൂടെ ഇൻപുട്ട് ചെയ്യുന്ന മാസ് ഫ്ലോ റേറ്റ് എത്രയാണോ അത്രത്തോളം മാസ് ഫ്ലോ റേറ്റ് തന്നെ അതിലൂടെ ആ ഒരു പൈപ്പിലൂടെ ലീവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം ഈ ഒരു സെക്ഷൻ 1 കൂടെ ഇൻപുട്ട് ചെയ്യുന്ന ആ ഒരു മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്, മാസ് ഫ്ലോ റേറ്റിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു kg/s ആണ്. ഓക്കെ, മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ρ1 A1 V1 ആണ്. ഫസ്റ്റ് സെക്ഷനിൽ കൂടെ ഇൻകമിങ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു സെക്ഷനിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ρ1 A1 V1 ആണ്. ഓക്കെ, ഇപ്പോൾ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ kg/s ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് യൂണിറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഡെൻസിറ്റിയുടെ യൂണിറ്റ് kg/m³ ആണ്. ഏരിയയുടെ യൂണിറ്റ് m² ആണ്. ദെൻ വോളിയത്തിൻ്റെ വെലോസിറ്റിയുടെ യൂണിറ്റ് m/s ആണ്. ഓക്കെ, അപ്പോൾ m3ഉം m²× m³ ആണ്. സോ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. യൂണിറ്റ് വരുന്നത് kg/s ആണ്. സോ മാസ് ഫ്ലോ റേറ്റിൻ്റെ ഇക്വേഷൻ ρ1 A1 V1 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ കൂടെയുള്ള സെക്ഷൻ 1 കൂടെയുള്ള മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ρ1 A1 V1 ആണ്. ഓക്കെ, മാസ് ഫ്ലോ റേറ്റ് അറ്റ് സെക്ഷൻ 1 സെക്ഷൻ 1 കൂടെയുള്ള മാസ് ഫ്ലോ റേറ്റ് kg/s ആണ് മാസ് ഫ്ലോ റേറ്റ്. അപ്പോൾ സെക്ഷൻ 1 കൂടെയുള്ള മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ρ1 A1 V1. ρ1 എന്ന് പറയുന്നത് ആ ഒരു പോർഷനിൽ കൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി, ദെൻ A1 എന്ന് പറയുന്നത് ആ ഒരു സെക്ഷൻ്റെ ഏരിയ, ദെൻ V1 എന്ന് പറയുന്നത് ആ ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി. ഓക്കെ, ദെൻ സെക്ഷൻ 2 ഇതേപോലെ തന്നെ സെക്ഷൻ 2 പറയുകയാണെങ്കിൽ അതിൻ്റെ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോൾ ρ2 A2 V2 ആണ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫ്ലോ റേറ്റ് അറ്റ് സെക്ഷൻ 1 വിൽ ബി ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് അറ്റ് സെക്ഷൻ 2. സോ ഈ ഒരു ഇക്വേഷൻ ρ1 A1 V1 ഇസ് ഈക്വൽ ടു ρ2 A2 V2 എന്ന് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ A1 V1 ഇസ് ഈക്വൽ ടു A2 V2 എന്നാണ്. അതായത് ρ1 ഇസ് ഈക്വൽ ടു ρ2 ആണെങ്കിൽ ഇൻകംപ്രസിബിളിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. സോ A1 V1 ഇസ് ഈക്വൽ ടു A2 V2 എന്നായിരിക്കും. അതാണ് നമ്മൾ സാധാരണ ഇക്വേഷൻസ് എല്ലാം കണ്ടിന്യൂറ്റി ഇക്വേഷൻ A1 V1 ഇസ് ഈക്വൽ ടു A2 V2 നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, നമുക്കിനി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3D കാർട്ടീഷ്യൻ കോർഡിനേറ്റ് 3 ഡയമെൻഷൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത്. ഇത് ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആദ്യം ശരിക്കും ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു റെക്ടാങ്കുലർ എലമെൻറ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, റെക്ടാങ്കുലർ എലമെൻറ്റ് ABCD ഇതിൽ കൂടെയാണ് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നത്. ഈ ഒരു സൈഡിൽ കൂടെയാണ് ABCD എന്ന് പറയുന്ന ഈ ഒരു സൈഡിൽ കൂടെയാണ് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നത്. ദെൻ EFGH എന്ന് പറയുന്ന ഈ ഒരു സൈഡിൽ കൂടെയാണ് ഫ്ലൂയിഡ് ലീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് DX, Y ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് DY, ദെൻ Z ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് DZ. ഓക്കെ, ആ ഒരു റെക്ടാങ്കുലർ എലമെൻറ്റിൻ്റെ എക്സ് ഡയറക്ഷനിലുള്ള അതിൻ്റെ ആ ഒരു ലെങ്ത് വരുന്നതാണ് DX, ദെൻ Y ഡയറക്ഷനിൽ അതിൻ്റെ ഹൈറ്റ് വരുന്നതാണ് DZ, ദെൻ അതിൻ്റെ DY, ദെൻ അതിൻ്റെ വിഡ്ത്ത് വരുന്നതാണ് DZ. ഓക്കെ, ഇനി എക്സ് ഡയറക്ഷനിലുള്ള ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കമ്പോണൻറ്റ് U ആണെന്ന് നമുക്കറിയാം. ദെൻ Y ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് V ആണ്, ദെൻ Z ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് W ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3D കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് കണ്ടെയ്ൻ വിത്തിൻ ദിസ് റീജിയൻ ഇസ് ഈക്വൽ ടു ദി ഫ്ലൂയിഡ് മാസ് എൻറ്റേഴ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം മൈനസ് ഫ്ലൂയിഡ് മാസ് ലീവ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ മെയിനായിട്ട് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3D കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലൂയിഡ് മാസ് എൻറ്റേഴ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം മൈനസ് ഫ്ലൂയിഡ് മാസ് ലീവ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം.
ഓക്കെ, ഫ്ലൂയിഡ് മാസ് ഇപ്പോൾ ഒരു 10 kg/s എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് മാസ് ഇതിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ 10 kg/s ഫ്ലൂയിഡ് മാസ് ഈ റെക്ടാങ്കുലർ എലമെന്റിലേക്ക് എൻ്റർ ചെയ്തു, ദെൻ ലീവ് ചെയ്തത് 8 kg/s ആണെങ്കിൽ ഇവിടെ റിമെയിൻ ചെയ്യുന്ന നെറ്റ് മാസ് എന്ന് പറയുന്നത് 10 നെറ്റ് മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 10 - 8 ആണ്. 2 kg/s ആണ് ഇവിടെ റിമെയിൻ ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡ് മാസ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ദെൻ ഫ്ലൂയിഡ് മാസ് എൻറ്റേഴ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം. ഇപ്പോൾ ഈ ഒരു ജസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡ് മാസ് 10 kg/s ആണെങ്കിൽ, ഓക്കെ 10 kg/s മൈനസ് ഫ്ലൂയിഡ് മാസ് ലീവ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം. ലീവ് ചെയ്യുന്നത് 8 kg/s ആണെങ്കിൽ 10 - 8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അവിടെ റിമെയിൻ ചെയ്യുന്ന നെറ്റ് ഫ്ലൂയിഡ് മാസ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് അവിടെ ഈ ഒരു ഇക്വേഷൻ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ എൻ്ററിങ് മൈനസ് ലീവിങ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ റിമെയിൻ ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് മാസ് ആണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ദി റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് കണ്ടെയ്ൻ വിത്തിൻ ദ റീജിയൻ. ഓക്കെ, ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസിന് അത് ഈക്വൽ ആയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് ഈ ഒരു പോർഷൻ എത്തുന്നത് വരെയുള്ള ആ ഒരു മൂവ്മെൻറ്റിലെ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസിന് അത് ഈക്വൽ ആയിരിക്കുന്നു. അതായത് നെറ്റ് മാസ് റിമൈൻഡ് ഇൻ ദ ഫ്ലൂയിഡ് എലമെന്റ് എന്ന് പറയുന്നത് ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന, അതായത് എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡ് മാസ് മൈനസ് ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡ് മാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് മാസ് റിമൈൻഡ് ഇൻ ദ എലമെന്റ് വിച്ച് ഇസ് ഈക്വൽ ടു ദി റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ്. അതായത് ഫ്ലൂയിഡ് മാസ് എന്ന് പറയുമ്പോൾ, ഓക്കെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാസ് ബൈ വോളിയാണ്. സോ മാസ് എന്ന് പറയുമ്പോൾ മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഡെൻസിറ്റി റോ ആണ്, വോളിയം എന്ന് പറയുമ്പോൾ ഈ ഒരു റെക്ടാങ്കുലർ എലമെൻറ്റിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ എക്സ് ഡയറക്ഷനിൽ dx ആണ്, y ഡയറക്ഷനിൽ dy ആണ്, z ഡയറക്ഷനിൽ dz ആണ്. സോ dx dy dz അതാണ് മാസ് വരുന്നത്. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് എന്ന് പറയുമ്പോൾ വിത്ത് ടൈം ആണ്. ഓക്കെ, റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡോ/t ഓഫ് റോ ഇൻറ്റു dx dy dz മൊത്തം ആ ഒരു ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ മാസിൽ വരുന്ന വിത്ത് റെസ്പെക്ട് ടു ടൈം മാസിൽ വരുന്ന ചേഞ്ചസ്. ഓക്കെ, അത് എൻ്റർ ചെയ്യുന്നത് മൈനസ് ലീവ് ചെയ്യുന്നത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമെയിൻ ചെയ്യുന്ന ആ ഒരു ഫ്ലൂയിഡ് മാസിന് ഈക്വൽ ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ സംഭവം എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്കത് എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിനാദ്യം നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദി എലമെന്റ് പെർ യൂണിറ്റ് ടൈം. നമ്മൾ പറഞ്ഞു ഫ്ലൂയിഡ് മാസ് എൻറ്റേഴ്സ് ദ റീജിയൻ മൈനസ് ലീവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ABCD എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ കൂടെയാണ് ഫ്ലൂയിഡ് മാസ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് മാസ് എൻ്റർ ചെയ്യുന്നത് മൈനസ് ലീവ് ചെയ്യുന്നത് ഈ ഒരു സൈഡിൽ കൂടെയാണ് ലീവ് ചെയ്യുന്നത്. EFGH എന്ന് പറയുന്ന സൈഡിൽ കൂടെയാണ് ലീവ് ചെയ്യുന്നത്. സോ ഈ എൻ്ററിങ് മൈനസ് ലീവിങ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് മാസ് റിമെയിൻ ചെയ്യുന്നത് നമുക്ക് കിട്ടും. ഓക്കെ, ആ ഒരു ഇക്വേഷനാണ് ഇവിടെ. നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദ എലമെന്റ് പെർ യൂണിറ്റ് ടൈം ഈസ് ഈക്വൽ ടു ദി ഫ്ലൂയിഡ് മാസ് എൻറ്റേഴ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം മൈനസ് ഫ്ലൂയിഡ് മാസ് ലീവ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം. ഓക്കെ, അത് രണ്ടും കൂടെ മൈനസ് എത്രത്തോളം എൻ്റർ ചെയ്തു അതിൽ നിന്ന് ലീവ് ചെയ്തത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമെയിൻ ചെയ്യുന്നത് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 10 kg/s എൻ്റർ ചെയ്തു, ദെൻ 8 kg/s ലീവ് ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക ഈ ഒരു സൈഡിൽ കൂടെ. ഓക്കെ, അപ്പോൾ ദെൻ നെറ്റ് മാസ് റിമെയിൻ ചെയ്യുന്നത് 10 - 8 2 ആയിരിക്കും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ് മാസ് റിമെയിൻ ചെയ്യുന്നത് എൻ്ററിങ് മൈനസ് ലീവിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനാദ്യം നമ്മൾ ഫ്ലൂയിഡ് മാസ് എൻറ്റേഴ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ABCD എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ കൂടെയാണ് ഫ്ലൂയിഡ് മാസ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു മാസ് ഫ്ലോ റേറ്റിൻ്റെ ഇക്വേഷൻ വരുന്നത് ഈ ഒരു പോർഷനിൽ കൂടെ എൻ്റർ ചെയ്യുമ്പോൾ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോൾ ρ1 A1 V1 ആണ്. ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു ρ1 A1 V1 ആണ് മാസ് ഫ്ലോ റേറ്റ്. ഓക്കെ, അപ്പോൾ ρ1 A1 V1. ഓക്കെ, ഇതിൽ ഏരിയ ഓഫ് സെക്ഷൻ ഈ ഒരു എൻ്റർ ചെയ്യുന്ന ഈ ഒരു സെക്ഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABCD എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ കൂടെയാണ്. റെക്ടാങ്കുലർ എലമെൻ്റ് ആണ് ഇത് മൊത്തം. ഓക്കെ, ആ ഒരു റെക്ടാങ്കുലർ എലമെൻറ്റിൻ്റെ ഈ ഒരു സൈഡാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ എൻ്റർ ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ കൂടെ ലീവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ എൻ്റർ ചെയ്യുന്നു പറയുമ്പോൾ ABCD എന്ന് പറയുന്ന ഈ ഒരു സൈഡിൽ കൂടെയാണ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DY ആണ് ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ DY ഇൻറ്റു DZ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കിട്ടില്ലേ. ഓക്കെ, അപ്പോൾ ദെൻ ഡെൻസിറ്റി ഇൻറ്റു
ഏരിയ ഡി വൈ ഇൻറ്റു ഡി സെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. ഓക്കെ, ഇൻറ്റു വെലോസിറ്റി. എക്സ് ഡയറക്ഷനിലുള്ള മൂവ്മെൻ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. എൻ്റർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ എക്സ് ഡയറക്ഷനിലുള്ളതാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻ്റ് എന്ന് പറയുന്നത് യു ആണ്. ഓക്കെ, അപ്പോൾ റോ ഇൻറ്റു ഡി വൈ ഡി സെഡ് ഇൻറ്റു യു. ദെൻ ദ ഫ്ലൂയിഡ് മാസ് ലീവ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം. ഓക്കെ, എൻ്റർ ചെയ്യുന്നത് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഇ എഫ് ജി എച്ച് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ കൂടെ ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡ് മാസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പം അതിന് എൻ്റർ ചെയ്യുന്നത് പ്ലസ് ഈ ഒരു ഇത്രയും പോർഷനിൽ കൂടെ വരുന്ന ആ ഒരു മാസിൻ്റെ ചേഞ്ച് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ലീവ് ചെയ്യുന്നത് എത്രയെന്ന് കിട്ടുക. ഓക്കെ, അപ്പം എൻ്റർ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. റോ യു ഡി വൈ ഡി സെഡ് ആണ്. ഓക്കെ, ഇതാണ് എൻ്റർ ചെയ്യുന്നത്. റോ ഇൻറ്റു യു ഇൻറ്റു ഡി വൈ ഡി സെഡ് ആണ് എൻ്റർ ചെയ്യുന്നത്. പ്ലസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് ഈ ഒരു എക്സ് ഡയറക്ഷനിൽ ഫ്ലൂയിഡ് മാസ് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് മൊത്തം എൻ്റർ ചെയ്ത ആ ഒരു ഫ്ലൂയിഡ് മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോൾ റോ യു ഇൻറ്റു ഡി വൈ ഡി സെഡ് ഇൻറ്റു ഡി എക്സ് ഡിസ്റ്റൻസിൽ, ഈ ഒരു ഡി എക്സ് ഡിസ്റ്റൻസിലാണ് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ്. ഓക്കെ, ഈ ഒരു ഡി എക്സ് ഡിസ്റ്റൻസിലാണ് മാസിൻ്റെ മാസ് ഫ്ലോ റേറ്റിന് ചേഞ്ചസ് വരുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റർ ചെയ്യുന്നത് റോ യു ഡി വൈ ഡി സെഡ് ആണ്. ദെൻ ലീവ് ചെയ്യുന്നത് ഈ എൻ്റർ ചെയ്തത് പ്ലസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വരുന്ന ആ ഒരു ചേഞ്ച്, എക്സ് ഡയറക്ഷനിൽ വരുന്ന ആ ഒരു ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചേഞ്ചസിൻ്റെ ഡിനോട്ട് ചെയ്യുന്ന ആ ഒരു ടേമാണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഡി വൈ ഡി സെഡ്. നമ്മുടെ എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡ് മാസ് ഇൻറ്റു ഡി എക്സ്. ഡി എക്സ് എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ്, എക്സ് ഡയറക്ഷനിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് അത് മൂവ് ചെയ്തത്. ഓക്കെ, ഇനി എൻ്റർ ചെയ്യുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, ലീവ് ചെയ്യുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് നെറ്റ് മാസ് റിമെയിൻ ചെയ്യുന്നതാണ്. നെറ്റ് മാസ് റിമെയിൻ ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് തന്നെ 10 കിലോഗ്രാം പെർ സെക്കൻഡിനും 8 കിലോഗ്രാം പെർ സെക്കൻഡിനും എക്സാമ്പിൾ പറഞ്ഞു തന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, എൻ്റർ ചെയ്യുന്നത് മൈനസ് ലീവ് ചെയ്യുന്നത് ചെയ്തപ്പോൾ 10 കിലോഗ്രാം പെർ സെക്കൻഡ് എൻ്റർ ചെയ്തു. ദെൻ 8 ആണ് ലീവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആയിരിക്കും റിമെയിൻ ചെയ്യാം. ഓക്കെ, ഈ 8ഉം 10ഉം ഒക്കെ നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ ഇതിൻ്റെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. സോ എൻ്റർ ചെയ്യുന്നത് റോ യു ഡി വൈ ഡി സെഡ് ആണെന്ന് പറഞ്ഞു. സോ അതിൽ നിന്ന് ലീവ് ചെയ്യുന്നത് മൈനസ് ചെയ്യണം. ഓക്കെ, എൻ്റർ ചെയ്യുന്നത് റോ യു ഡി വൈ ഡി സെഡ് എന്ന് പറയുന്ന ഈ ഒരു ടേം ആണ്. അതിൽ നിന്ന് ഈ ഒരു ടേം മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റോ യു ഇൻറ്റു ഡി വൈ ഡി സെഡ് മൈനസ് ഈ മൊത്തം ടേം മൈനസ് ചെയ്യണം. സോ റോ യു ഡി വൈ ഡി സെഡ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഡി വൈ ഡി സെഡ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് റോ യു ഡി വൈ ഡി സെഡ് മൈനസ് റോ യു ഡി വൈ ഡി സെഡ് ആണ്. സോ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ റിമൈനിങ് ടേം വരുന്നത് ഈ ഒരു ടേം മാത്രമാണ്. നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, ബ്രാക്കറ്റിൻ്റെ പുറത്തൊരു നെഗറ്റീവ് ഉണ്ട്. സോ ഈ ഒരു ടേം മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഡി വൈ ഡി സെഡ് ഡി എക്സ് എന്നാവും. ഓക്കെ, അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമെയിൻ ചെയ്യുന്നത് മൈനസ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഡി വൈ ഡി സെഡ് ഡി എക്സ് ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ളത് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, ഇനി സിമിലർലി വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും ഈ ഒരു ഇക്വേഷനിൽ തന്നെ നമുക്ക് എഴുതാവുന്നതാണ്. ഡോ ബൈ ഡോ വൈ ഓഫ് റോ ഇൻറ്റു വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി വി ആണ്. സോ വി ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, ഇനി സെഡ് ഡയറക്ഷനിലുള്ളത് മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഇൻറ്റു സെഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഡബ്ല്യു ആണ്. സോ റോ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, അപ്പോൾ നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദ എലമെന്റ് പെർ യൂണിറ്റ് ടൈം ഇൻ എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷൻ സെഡ് ഡയറക്ഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇനി ടോട്ടൽ എന്ന് പറയുമ്പോൾ ഈ 3 ഡയറക്ഷനിലുള്ളതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ നെറ്റ് മാസ് എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഡി എക്സ് ഡി വൈ ഡി സെഡ് പ്ലസ് നമ്മൾ മൈനസ് കോമൺ എടുത്തിട്ടുണ്ട്. 3 ടേമിൽ മൈനസ് ഉണ്ട്. സോ മൈനസ് കോമൺ എടുത്തു. ഇനി റിമൈനിങ് ടേംസ് ജസ്റ്റ് എഴുതിയാൽ മതി. ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി ഡി എക്സ് ഡി വൈ ഡി സെഡ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇനിയും കോമൺ എടുക്കുമ്പോൾ മൈനസ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഡി എക്സ് ഡി വൈ ഡി സെഡ് എല്ലാ ടേമിലും വരുന്നതാണ്. സോ അതിനെ കോമൺ എടുക്കാം. പ്ലസ് ഓക്കെ, ഇതിനെ കോമൺ എടുത്തു, ഈ ഒരു ടേമിനെ കോമൺ എടുത്തു. സോറി, ഡി എക്സ് ഡി വൈ ഡി സെഡിനെ നമ്മൾ കോമൺ എടുത്തു. സോ റിമൈനിങ് വരുന്ന ടേംസ് ആണ് ഈ ടേം, ദെൻ ഈ ടേം.
ഓക്കെ, അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വി ഓഫ് ഡോ റോ വി ബൈ ഡോ വൈ ഓഫ് വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു കോമൺ ആയിട്ട് നമ്മൾ ഡി എക്സ് ഡി വൈ ഡി സെഡ് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമെയിൻഡ് ഇൻ ദ എലമെൻറ്റ്. ഓക്കെ, ആ ഒരു നമ്മളിപ്പോൾ എഴുതിയ ഈ ഒരു ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു നമുക്ക് ഈ ഒരു 3 ഡയമെൻഷൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് അതിന് വേണ്ടി ആവശ്യമുള്ളത്. The rate of increase of fluid mass contained within the region is equal to the fluid mass enters the region minus fluid mass leaves the region. So net mass of fluid remained in the element ആണ്. ഈ രണ്ട് ടേമും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എൻറ്റർ മൈനസ് ലീവിങ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദ എലമെന്റ് ആണ്. അതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തത്, നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദ എലമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ദി റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് കണ്ടെയ്ൻ വിത്തിൻ ദ റീജിയൻ. ഓക്കെ, ഇപ്പോൾ ഫ്ലൂയിഡ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയാണ്. സോ മാസ് ബൈ വോളിയാണ്. സോ മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഈ ഒരു റെക്ടാങ്കുലർ എലമെൻറ്റിൻ്റെ വോളിയം വരുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയുമ്പോൾ ഡി എക്സ് ഇൻറ്റു ഡി സെഡ് ഇൻറ്റു ഡി വൈ. LBH റെക്ടാങ്കുലർ പോർഷൻ്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, ഇതിൽ ലെങ്ത് വരുന്നത് ഡി എക്സ്, ഓക്കെ, ബ്രെഡ്ത്ത് വരുന്നത് ഡി സെഡ്, ദെൻ ഹൈറ്റ് വരുന്നത് ഡി വൈ. ഓക്കെ, അപ്പോൾ റോ ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, അപ്പോൾ അതാണ് മാസ് വരുന്നത്. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഡോ ബൈ ഡോ ടി ഓഫ് റോ ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, അതാണ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദ എലമെന്റ് പെർ യൂണിറ്റ് ടൈം ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് മാസ് ഓഫ് ഫ്ലൂയിഡ്. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു മാസ് ഓഫ് ഫ്ലൂയിഡ് വരുമ്പോൾ ഡോ ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, ഇങ്ങനെ വരുന്നത് നമ്മൾ പറഞ്ഞത് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. സോ മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് ദി എലമെന്റ്. വോളിയം ഓഫ് ദി എലമെന്റ് ആണ് ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വോളിയം ഓഫ് ദി എലമെന്റ് കിട്ടും. ഓക്കെ, ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് ഓഫ് ഫ്ലൂയിഡ് വിത്തിൻ ദിസ് റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈ ഒരു മാസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആ ഒരു ടേം ആണ് ഇവിടെ ഡോ ബൈ ഡോ ടി ഓഫ് റോ ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് വിത്തിൻ ദിസ് റീജിയൻ ഈസ് ഈക്വൽ ടു ദി നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദി എലമെന്റ്. അതിന് ഈക്വൽ ആയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടേമിനെ നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദി എലമെന്റ് പെർ യൂണിറ്റ് ടൈം നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡോ ബൈ ഡോ ടി ഇൻറ്റു റോ ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് ഈസ് ഈക്വൽ ടു ദി നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദി എലമെന്റ് പെർ യൂണിറ്റ് ടൈം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ വരുന്നത് മൈനസ് ഓഫ് ഡോ റോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു പ്ലസ് ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, അപ്പോൾ രണ്ട് ടേമിലും കോമൺ ആയിട്ട് വരുന്നത് ഡി എക്സ് ഡി വൈ ഡി സെഡ് രണ്ട് ടേമിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ അത് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ റിമൈനിങ് വരുന്നത് ഡോ റോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ളതിനെയൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഡോ റോ ബൈ ഡോ ടി. ഓക്കെ, ഈ നെഗറ്റീവ് ആയിട്ടുള്ള ടേമൊക്കെ കോമൺ ആയിട്ട് നമ്മൾ നെഗറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ടേം മൊത്തം ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആവും. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ഡയമെൻഷൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് ദി കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഇൻ ഇറ്റ്സ് മോസ്റ്റ് ജനറൽ ഫോം. ഓക്കെ, ഡോ ബൈ ഡോ ടി ഓഫ് റോ പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ഡയമെൻഷൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത്
മോസ്റ്റ് ജനറൽ ഫോമിലുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് 3 ഡയമെൻഷനിൽ. ഓക്കെ, അപ്പോൾ ഇത് അപ്ലിക്കബിൾ ടു സ്റ്റഡി ആസ് വെൽ ആസ് അൺസ്റ്റഡി, യൂണിഫോം, നോൺ യൂണിഫോം, കംപ്രസിബിൾ, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഇതിനൊക്കെ അപ്ലിക്കബിൾ ആണ്. സ്റ്റഡി, അൺസ്റ്റഡി, യൂണിഫോം, നോൺ യൂണിഫോം, കംപ്രസിബിൾ, ഇൻകംപ്രസിബിൾ, ഇതിലെല്ലാം ഈ ഒരു ഇക്വേഷൻ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി സ്റ്റഡിയുടെ കേസിൽ വരുമ്പോൾ, സ്റ്റഡി എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം പാരാമീറ്റേഴ്സ് ഒന്നും ചേഞ്ച് ആവില്ല. സോ വിത്ത് റെസ്പെക്ട് ടു ടൈം വരുന്ന ഈ ഒരു ടേം മാത്രം ഉണ്ടാവില്ല. ബാക്കി റിമൈനിങ് ടേം ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0 എന്നായിരിക്കും. ഓക്കെ, സ്റ്റഡി ഫ്ലോയിൻ്റെ കേസിൽ. ഓക്കെ, ഇനി ഇൻകംപ്രസിബിൾ ഫ്ലോയിൻ്റെ കേസിൽ വരാണെങ്കിൽ ഡെൻസിറ്റി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് എക്സ് വൈ സെഡ് ആണ്. സോ ഡെൻസിറ്റിയുടെ ടേം ഡെൻസിറ്റി ഈക്വൽ ആയതുകൊണ്ട്, ഓക്കെ, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കേസിലാണ്. ദെൻ നമ്മൾ സ്റ്റഡി ഇൻകംപ്രസിബിൾ ആയിട്ടാണ് എടുക്കുന്നത്. സോ സ്റ്റഡിയുടെ കേസിൽ ഈ ഒരു ടേം 0 ആയിപ്പോയി. ദെൻ റിമൈനിങ് വരുന്ന ടേം വിത്ത് റെസ്പെക്ട് ടു ഡെൻസിറ്റി ചേഞ്ച് ആവില്ല ഇൻകംപ്രസിബിളിൻ്റെ കേസിൽ. സോ റിമൈനിങ് വരുന്നത് ഡോ, ഓക്കെ, ഈ ടേംസ് എല്ലാം 1 ആയി പോകുമ്പോൾ റിമൈനിങ് വരുന്നത് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു 0. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റനിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്തത് ഈ ഒരു ഇക്വേഷൻ ആയിരുന്നു. തേർഡ് വെലോസിറ്റി കമ്പോണൻറ്റ് ഡബ്ല്യു ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ ചെയ്തത്. ഈ ഇക്വേഷനാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഫോർ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ. സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റെക്ടാങ്കുലർ എലമെൻറ്റിനെ കൺസിഡർ ചെയ്തു. റെക്ടാങ്കുലർ എലമെൻറ്റിൻ്റെ എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡ് മാസ് ഫ്ലോ റേറ്റും ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡ് മാസ് ഫ്ലോ റേറ്റും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ അതിൻ്റെ നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദി എലമെൻറ്റ് എന്ന് പറയുന്നത് എൻ്റർ ചെയ്യുന്നത് മൈനസ് ലീവ് ചെയ്യുന്നത് ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ് മാസ് എലമെൻറ്റിൽ റിമൈൻ ചെയ്യുന്നത് എത്രയാണെന്ന് കിട്ടാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ദി റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് ഇൻ ദി എലമെൻറ്റ്. ഓക്കെ, ആ ഒരു എലമെൻറ്റിലെ ടോട്ടൽ മാസിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസിനെ ഇക്വേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടേമാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മാസ് ഓഫ് ഫ്ലൂയിഡ് ഫൈൻഡ് ഔട്ട് ചെയ്തത് റോ ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, അപ്പോൾ അത് വിത്ത് റെസ്പെക്ട് ടു ടൈം റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മളതിനെ മാസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡോ റോ ബൈ ഡോ ടി ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ടേമും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദി എലമെൻറ്റും റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് 3 ഡയമെൻഷൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഇക്വേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. അതിൽ നിന്ന് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് സ്റ്റഡിയുടെ കേസിലാവുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ആവില്ല. സോ ബാക്കി ടേംസ് വരുന്നതാണ് സ്റ്റഡിയുടെ കേസിൽ. ഇനി സ്റ്റഡി ഇൻകംപ്രസിബിൾ ആണെങ്കിൽ ഡെൻസിറ്റി ചേഞ്ച് ആവില്ല എന്നാണ്. ഇൻകംപ്രസിബിൾ ആണ്, സോ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമുക്ക് വരുന്ന ഇക്വേഷനാണ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം സോൾവ് ചെയ്ത് ലാസ്റ്റ് ഈ ഒരു ഇക്വേഷൻ വരെ ഡിറൈവ് ചെയ്താലാണ് നമുക്ക് ആ ഫുൾ മാർക്ക് ആ ക്വസ്റ്റ്യൻ്റെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് മൊഡ്യൂളിലെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെഷനിൽ തേർഡ് മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു.